ഹായ് ഹലോ ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു ക്ലാസ്സിലേക്ക് വാം വെൽക്കം. യെസ്, എങ്ങനെ പോകുന്നു എല്ലാവരുടെയും വെക്കേഷൻസ് ഒക്കെ? അടിപൊളിയാണോ? സൂപ്പർ ആയിട്ട് പോകുന്നു. യെസ്, വെരി ഗുഡ്, ഗ്രേറ്റ്. എനിക്ക് തോന്നുന്നു ഈ വെക്കേഷൻ ടൈമിൽ നമുക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന 10th ഏറ്റവും ബെസ്റ്റ് ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ ആണ് ലൈഫ് പ്രോസസ് എന്ന് പറയുന്നത്, ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ. ഇന്ന് ആ ഒരു സെഷനുമായിട്ടാണ് ടീച്ചർ വന്നിട്ടുള്ളത്. നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ? നോക്കാം. യെസ്, ഓക്കെ. പറയൂ, എത്ര പേർക്ക് ഇതിൽ ബയോളജി ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ്? യെസ്, ബയോളജി എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് പേർക്കൊക്കെ പഠിക്കാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. എന്നിരുന്നാലും ബയോളജി എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൽ മെയിൻലി നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുക? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ബയോളജി, ബയോ ബയോ എന്ന് പറയുമ്പോൾ തന്നെ ആ വേർഡിന്റെ മീനിങ് എന്താണ്? ലിവിങ് അല്ലേ? യെസ്, സോ ലിവിങ് ഓർഗാനിസത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സയൻസിന്റെ ഒരു ബ്രാഞ്ചിനെയാണ് എന്തെന്ന് പറയാ? ബയോളജി എന്ന് പറയാ. ഓക്കെ, ഇനി ടീച്ചർ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. നിങ്ങൾക്ക് 10th വരുമ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ കുറേ ചാപ്റ്റേഴ്സിൽ ബയോയുടെ പോർഷനിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് ലൈഫ് പ്രോസസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ആണ്, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി സോ ഈസി ടു ലേൺ. നല്ലൊരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു സ്കൂളിലെ കുട്ടികൾക്ക് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഒക്കെ എത്തിക്കാണും. കുറച്ച് പേർക്ക് എത്തിക്കാണുമല്ലോ, ആണോ? എല്ലാവർക്കും എത്തിയോ? ഇല്ല, കുറച്ച് പേർക്ക് ലൈഫ് പ്രോസസ് റണ്ണിങ് ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ പഠിച്ചു തുടങ്ങാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ്. ടീച്ചർ ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാണ്. എന്താണ് ലൈഫ് പ്രോസസ് എന്നാണ് ടീച്ചർ ആദ്യം പറഞ്ഞു തരാം. നോക്കിക്കോളൂ മക്കളെ. ഹിയർ ഇറ്റ് ഈസ് എ ഡെഫിനേഷൻ ഫോർ ലൈഫ് പ്രോസസ്. ലൈഫ് പ്രോസസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ? ദ മെയിൻ്റനൻസ് ഓഫ് ലിവിങ് ഓർഗാനിസം ഇസ് എസെൻഷ്യൽ ഈവൻ ഇഫ് ദേ ആർ മൂവിങ്, റെസ്റ്റിംഗ് ഓർ ഈവൻ സ്ലീപ്പിംഗ്. അതായത് നമ്മൾ എല്ലാ ലിവിങ് ഓർഗാനിസംസും ഇപ്പൊ നമ്മൾ റെസ്റ്റ് എടുക്കുക ആയിക്കോട്ടെ, മൂവ് ചെയ്യായിക്കോട്ടെ, എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ലൈവ് ആയിട്ടുള്ള ഈ ഒരു ബോഡിയിൽ കുറേ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഈ ആക്ടിവിറ്റീസിനെയൊക്കെ ലീഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ ലീഡ് ചെയ്യാനായിട്ട് നടക്കുന്ന ഇത്തരം ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ലൈഫ് പ്രോസസ് എന്ന് പറയാം. സോ നമ്മുടെ ലൈഫിനെ ലീഡ് ചെയ്യുന്ന പ്രോസസ്സുകളെ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന, ഇവിടെ ഒരു ടേം ടീച്ചർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൈഫിനെ ലീഡ് ചെയ്യുന്ന, മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുക? ലൈഫ് പ്രോസസ്സസ് എന്ന് പറയാം. സോ നിങ്ങൾ ആ ഒരു ഡെഫിനേഷൻ പഠിക്കണം. ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് മാൻഡേറ്ററി ടു ലേൺ. ഓക്കെ, എന്താണ് ലൈഫ് പ്രോസസ്? ദ മെയിൻ്റനൻസ് ഓഫ് ലിവിങ് ഓർഗാനിസം ഇസ് എസെൻഷ്യൽ. ദ മെയിൻ്റനൻസ് ഓഫ് ലിവിങ് ഓർഗാനിസം ഇസ് എസെൻഷ്യൽ ഈവൻ ഇഫ് ദേ ആർ മൂവിങ്, റെസ്റ്റിംഗ് ഓർ ഈവൻ സ്ലീപ്പിംഗ്. ഏത് ടൈമിലും ആ ഒരു മെയിൻ്റനൻസ് വേണം. അതിനുവേണ്ടി നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് നോക്കിക്കോളൂ. The processes which together perform the function of maintenance of life. നമ്മുടെ ലൈഫിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ പ്രോസസ്സ് നടക്കുന്നു അതിനെയാണ് എന്തെന്ന് പറയുക? ലൈഫ് പ്രോസസ്സസ് എന്ന് പറയാം. ക്ലിയർ ആണോ? ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അപ്പൊ എന്റെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ പ്രോസസ്സുകളാണ് നടക്കുക? നിങ്ങളുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിലൊരു 4 പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തേതെന്ന് പറയുമ്പോൾ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ന്യൂട്രീഷൻ വളരെ വളരെ ഈസിയാണ്. ന്യൂട്രീഷൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റെസ്പിറേഷൻ. തേർഡ് വൺ എന്ന് പറയുന്നത് സർക്കുലേഷൻ. ഫോർത്ത് വൺ എന്ന് പറയുന്നത് എക്സ്ക്രീഷൻ. ഇത് കൂടാതെ റീപ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രോസസ്സുകൾ പിന്നെ നിങ്ങളുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും കുറച്ച് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ കവർ ചെയ്ത് പോകുന്നതും ഈ 4 പ്രോസസ്സുകളാണ്. ക്ലിയർ ആണോ? യെസ്, ഡൺ ഡൺ ഡൺ. നിങ്ങൾക്കറിയാലോ, നമ്മുടെ ചുറ്റുപാടുള്ള ഓർഗാനിസത്തിനെ രണ്ടായിട്ട് നമ്മൾ മെയിൻലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് 2 ക്ലാസിഫിക്കേഷൻ? യൂണിസെല്ലുലാർ ഓർഗാനിസം എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ ഓർഗാനിസത്തിനെയും നമുക്ക് ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ ഓൺലി 1 സെൽ മാത്രമായിരിക്കും ഇവരുടെ ബോഡിയിൽ ഉണ്ടാവുക. ഓക്കെ, അതായത് ഒറ്റ സെല്ല് മാത്രമല്ല. നമ്മുടെ ബാക്ടീരിയ, അമീബയൊക്കെയാണ് അതിന് എക്സാമ്പിൾ വരിക. മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 സെല്ലാണ്. ഓക്കെ, ഒന്നിലധികം സെൽ, മോർ ദാൻ 1 സെൽസ് ആണ് എവിടെ വരിക? മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന്റെ കേസിൽ പറയുക. ഇവിടെ നമ്മളൊരു പോയിന്റ് പറയുന്നുണ്ട്. ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസം ഓൾ ദ പ്രോസസ്സസ് ആർ ക്യാരീഡ് ഔട്ട് ബൈ എ സിംഗിൾ സെൽ. അതായത് ലൈഫ് പ്രോസസ്സസിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ലൈഫ് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് ആളുകളുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ യൂണിസെല്ലുലാറിന്റെ കേസ് എടുത്താലോ, അവിടെ ഒറ്റ സെല്ലേ ഉള്ളൂ. സോ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സുകളെല്ലാം ആ ഒരു ഒറ്റ സെല്ല് മാത്രമാണ് കൺട്രോൾ ചെയ്യുക. മൾട്ടി സെല്ലുലാറിലേക്ക് വന്ന് നോക്കിക്കേ. ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം വെൽ ഡെവലപ്ഡ് സിസ്റ്റം ആർ പ്രസന്റ് ടു ക്യാരി ഔട്ട് ദ പ്രോസസ്സസ്. അതായത് നമുക്ക് വെൽ ഡെവലപ്ഡ് സിസ്റ്റം ഉണ്ട്. ഇപ്പൊ 4 പ്രോസസ്സുകളെ കുറിച്ച് ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തന്നു.
ഏതൊക്കെയാണത്? ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, സർക്കുലേഷൻ, എക്സ്ക്രിഷൻ. 4 പ്രോസസ്സ് പഠിച്ചു. ഈ 4 പ്രോസസ്സ് ചെയ്യാനും നമ്മുടെ ബോഡിയിൽ ഡിഫറെന്റ് ഓർഗൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, നമുക്ക് പഠിക്കാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഒരു ബേസിക് ഐഡിയ കിട്ടിയോ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നതെന്ന്? അതായത് ലൈഫ് പ്രോസസ്സസ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് നമ്മുടെ ബോഡിയിൽ തന്നെ നടക്കുന്ന കുറച്ച് പ്രോസസ്സുകളെ കുറിച്ചാണ് നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് ഏതിലേക്കാന്ന് നോക്കാം. അതിനു മുമ്പ് ടീച്ചർ ഒരു ഇമേജ് കാണിച്ചു തരാം. യെസ്, വെരി ഗുഡ്. ഒന്ന് നോക്കിക്കേ, ന്യൂട്രീഷൻ. നമ്മൾ ഈ ഒരു പേരുകൾ പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, നമുക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊന്നുമില്ല. ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സിംപ്ലി നമ്മൾ ഫുഡ് കഴിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുക? ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. ഇപ്പൊ കുട്ടികൾ ചിന്തിക്കുന്നുണ്ടാവും, അതായത് സയൻസിന്റെ കേസിൽ നമ്മൾക്ക് മിക്ക കാര്യങ്ങൾക്കും സയന്റിഫിക് ആയുള്ള ടേംസ് വേണം. ഓക്കെ, സയൻസിന്റെ കേസിൽ നമ്മൾ ബയോളജിയുടെ കേസിൽ എസ്പെഷ്യലി നമ്മൾ സിമ്പിൾ കാര്യങ്ങളെ പഠിക്കാം. നമ്മുടെ ലൈഫുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പഠിക്കുക. പക്ഷെ നമുക്ക് ഇത് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നല്ല ടേംസ് വേണം. ഓക്കെ, സോ ന്യൂട്രീഷൻ സിംപ്ലി നമ്മളിരുന്ന് ഫുഡ് അടിക്കുന്നു, അതിനെയാണ് എന്തെന്ന് പറയുക? ന്യൂട്രീഷൻ എന്ന് പറയുക. സോ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഫസ്റ്റ് പ്രോസസ് ന്യൂട്രീഷൻ. സിംപ്ലി ഇൻടേക്കിംഗ് ഓഫ് ഫുഡ് ടു ഒബ്റ്റെയിൻ ന്യൂട്രിയൻസ്, അതിനെയാണ് എന്തെന്ന് പറയുക? ന്യൂട്രീഷൻ എന്ന് പറയാം. അടുത്ത പോയിന്റ് നോക്കിക്കേ, റെസ്പിറേഷൻ. റെസ്പിറേഷൻ എന്താ? റെസ്പിറേഷൻ എന്ന് ടീച്ചർ പറഞ്ഞു തരാം. നിങ്ങൾക്ക് അറിയാവുന്ന റെസ്പിറേഷൻ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ, ബാക്കി ടീച്ചർ പറഞ്ഞു തരാം. അടുത്തത് വരുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ. എന്താ മക്കളെ വരിക? ട്രാൻസ്പോർട്ടേഷൻ. നിങ്ങൾ ആ ഇമേജ് കണ്ട് തെറ്റിദ്ധരിക്കണ്ട, അത് ടീച്ചർ പറഞ്ഞു തരാം എന്താണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് കേട്ടോ. പിന്നെയോ എക്സ്ക്രിഷൻ. നമ്മൾ നമ്മുടെ ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എക്സ്ക്രിഷൻ എന്ന് പറയുന്നത്. സോ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഇൻടേക്കിംഗ് ഓഫ് ഫുഡ് ആണ് ഫോർ ഒബ്റ്റൈനിങ് എനർജി. ഓക്കെ, ഫോർ ഡിറൈവിംഗ് ന്യൂട്രിയൻസ് ഫ്രം ഇറ്റ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ന്യൂട്രീഷനെ പറയാം. റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻടേക്കിംഗ് ഓഫ് ഓക്സിജൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജനെയാണ് എന്തെന്ന് പറയുക? റെസ്പിറേഷൻ എന്ന് പറയാം. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ന്യൂട്രിയൻസ്, നമ്മൾ ഈ കഴിക്കുന്ന ന്യൂട്രിയൻസ്, ഫുഡിൽ നിന്നാണ് നമുക്ക് ന്യൂട്രിയൻസ് കിട്ടുക. സോ ആ ഫുഡിൽ നിന്നുള്ള ന്യൂട്രിയൻസും അതുപോലെ തന്നെ ഓക്സിജനും നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്ടിലേക്കും ട്രാവൽ ചെയ്ത് പോകേണ്ടതുണ്ട്. അത് ചെയ്യുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ. ഇത് ചെയ്യാൻ നമ്മുടെ ബോഡിയിൽ ആളുകളൊക്കെ ഉണ്ട്, നമുക്ക് പഠിക്കാം. പിന്നെ എക്സ്ക്രിഷൻ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ രാവിലെ എണീറ്റ് ചെയ്യുന്നു അല്ലെ. പിന്നെ യൂറിനേഷൻ, ഇതൊക്കെ എക്സ്ക്രിഷന്റെ ഭാഗമാണ്. എലിമിനേഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വേസ്റ്റ് മെറ്റീരിയലിനെ നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുക? എക്സ്ക്രിഷൻ എന്ന് പറയുക. ഇത്രയും കാര്യങ്ങൾ ഐഡിയ കിട്ടിയോ? യെസ്, വെരി ഗുഡ് ഓൾ ഓഫ് യു. അപ്പൊ ടീച്ചർ ഫസ്റ്റ് പ്രോസസ്സിലേക്ക് പോവാണ്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ, ഇത് പാർട്ട് 1 ആണ്. ഈ ഒരു സെഷനിൽ നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് പ്രോസസ്സ് മാത്രമേ പഠിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കി കുറച്ച് നമുക്ക് പതിയെ ഓരോരോ പാർട്ടായിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു ഡെഫിനേഷൻ നോക്കിക്കോളൂ. എന്താണ് ന്യൂട്രീഷൻ? എന്താ ന്യൂട്രീഷൻ? Yes, very good. Nutrition is a method in which the food is consumed by organism and utilizing the nutrients from the food. അതായത് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ടീച്ചർ ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾക്കാണെങ്കിൽ എന്റെ ക്ലാസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു. അതിന് നിങ്ങൾക്ക് എന്ത് വേണം? യു നീഡ് എനർജി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനർജി വേണം. സോ ഈ എനർജി കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഫുഡ് കഴിക്കുന്നു അല്ലെ. ഫുഡിൽ നിന്നാണ് നമുക്ക് എനർജി കിട്ടുക. എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫുഡാ കഴിക്കുക? ഏതൊക്കെയാണ് ഏറ്റവും ഫേവറേറ്റ് ഫുഡ്? കുഴിമന്തി, ബിരിയാണി, അൽഫാം, ഏതൊക്കെയാണ്? ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടാവും അല്ലെ. സോ നിങ്ങൾ ഈ കഴിക്കുന്ന ഫുഡിൽ നിന്ന് നിങ്ങൾക്ക് പല ന്യൂട്രിയൻസും കിട്ടുന്നുണ്ട്. ലൈക്ക് നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ന്യൂട്രിയന്റ് കിട്ടുന്നുണ്ട്. പിന്നെ ആരാണ്? പ്രോട്ടീൻ എന്ന് പറയുന്ന ന്യൂട്രിയന്റ് കിട്ടുന്നുണ്ട്. ഫാറ്റ് എന്ന് പറയുന്ന ന്യൂട്രിയന്റ് കിട്ടുന്നുണ്ട്. വിറ്റമിൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, വിറ്റമിൻസ് കിട്ടുന്നുണ്ട്. മിനറൽസ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് ന്യൂട്രിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതില് ഈ പറയുന്ന ടീച്ചർ ഈ ഇമേജില് നമ്മുടെ ടീച്ചർ കൊടുത്തിട്ടുള്ള ഈ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ്, ഇവർ 3 പേരും മാക്രോ ന്യൂട്രിയന്റ്. അതായത് നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിന് ഒരുപാട് വേണ്ടുന്ന ന്യൂട്രിയൻസിനെയാണ് എന്തെന്ന് പറയുക? മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുക. അതിൽ എക്സാമ്പിൾസ് ആണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ്. ഇനി അടുത്ത് നോക്കിക്കേ, മിനറൽസും വിറ്റമിൻസും. ഈ മിനറൽസും വിറ്റമിൻസും മൈക്രോ ന്യൂട്രിയന്റ്, നമ്മുടെ ബോഡിക്ക് ഒരുപാട് വേണ്ട. ഓക്കെ, നമുക്ക് ഗ്രോത്തിന് ഒരുപാട് വേണ്ട. എന്നിരുന്നാൽ ഇത് ഒട്ടും വേണ്ടെന്നല്ല ടീച്ചർ പറയാം, ഇത് ഒരുപാട് വേണ്ട. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് പറയാ? മൈക്രോ ന്യൂട്രിയന്റ് എന്ന് പറയാ. സോ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാ കിട്ടുക? മാക്രോ ന്യൂട്രിയന്റും കിട്ടുന്നുണ്ട്, മൈക്രോ ന്യൂട്രിയന്റും നമുക്ക് കിട്ടുന്നുണ്ട്. സോ നമുക്ക് ആ ഡെഫിനേഷനിലേക്ക് ഒന്നുകൂടി പോകാം. ന്യൂട്രീഷൻ എന്താണ്? ഇറ്റ് ഇസ് എ മെത്തേഡ് ഇൻ വിച്ച് ദ ഫുഡ് ഈസ് കൺസ്യൂംഡ് ബൈ ദ ഓർഗാനിസം. അതായത് ഒരു ഓർഗാനിസം ഫുഡ് കഴിക്കുന്നു ആൻഡ് യൂട്ടിലൈസിങ് ഇറ്റ്. ആ ഫുഡ് മെറ്റീരിയലിൽ നിന്ന് കിട്ടിയ
അല്ലെങ്കിൽ ആ ന്യൂട്രീഷൻ ആ ഫുഡ് കഴിച്ചപ്പോൾ കിട്ടിയ ന്യൂട്രിയൻസിനെ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. ഓക്കെ. ഇനി ന്യൂട്രീഷൻ രണ്ട് ടൈപ്പിലാണ് വരിക. ന്യൂട്രീഷൻ രണ്ട് ടൈപ്പിൽ എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ആണ്, രണ്ടാമത്തത് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. ഓട്ടോട്രോഫിക്കും ഹെറ്ററോട്രോഫിക്കും പേരിൽ നിന്ന് തന്നെ വളരെ ക്ലിയർ ആണ്. ഓട്ടോട്രോഫിക് സെൽഫായിട്ട് സ്വന്തമായിട്ട് പ്ലാന്റ്സ് ആണ്, ഗ്രീൻ പ്ലാന്റ്സ് ആണ് ഓട്ടോട്രോഫിക്കിന് എക്സാമ്പിളെ. ഞാൻ പറഞ്ഞു തരാം എന്താണ് എന്ന്. ഗ്രീൻ പ്ലാന്റ്സ് എക്സാമ്പിൾ ആണ് പഠിച്ചു വെക്കുക. ഹെറ്ററോട്രോഫിക്കിന് ആനിമൽസ് വരുന്നുണ്ട്, ആനിമൽസിൽ തന്നെ നമ്മൾ ഹ്യൂമൻസ് വരുന്നുണ്ട്. ഓക്കെ. ഇവരൊക്കെ എന്താണ്, ഹെറ്ററോട്രോഫിക്കിനും എക്സാമ്പിൾസ് ആണ്. ഓക്കെ. സോ ന്യൂട്രീഷൻ രണ്ട് ടൈപ്പിലാണ്. ഫുഡ് കഴിക്കുന്ന രീതിക്ക് അനുസരിച്ച് ഓർഗാനിസത്തിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഓട്ടോട്രോഫിക്കും ഹെറ്ററോട്രോഫിക്കും. ഓട്ടോട്രോഫിക് നോക്കിക്കാൻ മക്കളെ, ഇഫ് എൻ ഓർഗാനിസം ക്യാൻ നറിഷ് ഇറ്റ് സെൽഫ് ബൈ മേക്കിംഗ് ഇറ്റ്സ് ഓൺ ഫുഡ്, അതായത് സ്വന്തമായിട്ട് ഫുഡ് മേക്ക് ചെയ്ത് ഫുഡ് കഴിക്കാൻ പറ്റുന്നവരെയാണെന്ന് പറയാ ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് എന്ന് പറയാം. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് സൺലൈറ്റ് യൂസ് ചെയ്തും കെമിക്കൽസ് യൂസ് ചെയ്തും എന്ത് ചെയ്യാം, ഫുഡ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. സൺലൈറ്റ് നോക്കി വെക്കണം, സൺലൈറ്റ് യൂസ് ചെയ്തും കെമിക്കൽസ് യൂസ് ചെയ്തും ഫുഡ് പ്രിപ്പയർ ചെയ്യാം. സൺലൈറ്റ് യൂസ് ചെയ്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മളൊരു പേര് വിളിക്കും, അതാണ് ഫോട്ടോസിന്തസിസ്. മെയിൻലി ഗ്രീൻ പ്ലാന്റ്സ്. ഓക്കെ. പ്ലാന്റ്സ് മാത്രമാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് നമ്മൾ കുഞ്ഞിലേക്ക് പഠിക്കുന്ന കാര്യമാണ്. ഗ്രീൻ പ്ലാന്റ്സിൽ മെയിൻലി അതിൽ എന്തുണ്ട്, ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ട് അല്ലേ. ക്ലോറോഫിൽ ആണ് പ്ലാന്റ്സിന് ഗ്രീൻ കളർ കൊടുക്കുന്ന പിഗ്മെന്റ് എന്ന് പറയുക. സോ ഈ ക്ലോറോഫിൽ എന്ത് ചെയ്യുന്നു, ഈ ക്ലോറോഫിൽ സൺലൈറ്റിനെ അബ്സർവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വാട്ടറും കാർബൺ ഡയോക്സൈഡും യൂസ് ചെയ്ത് കാർബോഹൈഡ്രേറ്റും ഓക്സിജനും റിലീസ് ചെയ്യുന്നു. ആ പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് പറയാ, ഫോട്ടോ സിന്തസിസ് എന്ന് പറയാ. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. അപ്പം ഇങ്ങനെ ഫോട്ടോസിന്തസിസ് നടത്തി ജീവിക്കുന്ന ഓർഗാനിസത്തിനെ നമുക്കൊരു പേര് വിളിക്കാം, ഫോട്ടോ ഓട്ടോട്രോപ്സ്. എന്താ വിളിക്കാൻ പറ്റുക, ഫോട്ടോ ഓട്ടോട്രോപ്സ്. ഓർത്തിരിക്കണം കേട്ടോ. ഇനി ടീച്ചർ പറഞ്ഞു കെമിക്കൽസ് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ കെമിക്കൽസ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുക? ഫ്യൂ ബാക്ടീരിയ, ചില ബാക്ടീരിയയിലെ എക്സാമ്പിൾ ആണ് സൾഫർ ബാക്ടീരിയ, ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കേട്ടോ. സൾഫർ ബാക്ടീരിയ അഡ്വേഴ്സ് കണ്ടീഷനിലേക്കുള്ള സൾഫർ ബാക്ടീരിയ ഒരു എക്സാമ്പിൾ ആണ്. ഇവരെന്ത് ചെയ്യുന്ന അറിയാമോ, കെമിക്കൽസിൽ നിന്ന്, അവരിൽ നിന്ന് എനർജി ഡിറൈവ് ചെയ്ത് സർവൈവ് ചെയ്യും. അവരെ നമ്മളൊരു പേര് വിളിക്കും കീമോ ഓട്ടോട്രോപ്സ്. എന്താ വിളിക്കുക, കീമോ ഓട്ടോട്രോപ്സ്. അപ്പൊ ഓർത്തിരിക്കുക, ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പ്ലാന്റ്സ് ബൈ ഫോട്ടോസിന്തസിസ്, പിന്നെ ആര് വരും, സൾഫർ ബാക്ടീരിയ ബൈ കീമോസിന്തസിസ്. ഓക്കെ. ഇനി ഫോട്ടോസിന്തസിസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാനുണ്ട്. ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് കുറച്ച് നന്നായിട്ട് മനസ്സിലാക്കാനുണ്ട്. എന്താണ് ഫോട്ടോസിന്തസിസ് നോക്കി വെച്ചോളൂ. ഫോട്ടോസിന്തസിസ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പ്രോസസ് ബൈ വിച്ച് ഫുഡ് ഇസ് ഫോം. ഫുഡ് ഫോം ചെയ്യുന്ന ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയാ. ടീച്ചർ എപ്പോഴും പറയാറുണ്ട്, ഈ ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറയില്ലേ, അവരെ നമ്മൾക്ക് പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കാം. എന്താ അവരെ വിളിക്കാൻ പറ്റുക, അവരെ നമുക്ക് പ്രൊഡ്യൂസേഴ്സ്. നോക്കി വെക്കണം, അവരെ നമുക്ക് പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ. ഏതൊരു ഫുഡ് ചെയിൻ എടുത്താലും ഏറ്റവും ആദ്യം ഈ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രീൻ പ്ലാന്റ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ഫോട്ടോസിന്തസിസ് എവിടെ നടക്കുക, പ്രൊഡ്യൂസേഴ്സിന്റെ ബോഡിയിലാണ് നടക്കുക, പ്ലാന്റ്സിലാണ് നടക്കുക. ഡൺ. യെസ്. നോക്കാം. ദ പ്ലാന്റ്സ് മേക്ക് ഫുഡ് യൂസിങ് സൺലൈറ്റ്. ഫോട്ടോസിന്തസിസ് എന്താണെന്ന് പറയാ, സൺലൈറ്റ് യൂസ് ചെയ്യും, വാട്ടർ യൂസ് ചെയ്യും, വിച്ച് പ്രൊവൈഡ്സ് നറിഷ്മെന്റ് ടു അതർ ഓർഗാനിസം ആൻഡ് ദംസെൽവ്സ്. ഓക്കെ. അപ്പൊ മക്കളെ, ടീച്ചറുടെ കറണ്ട് ഒന്ന് പോയിരിക്കുകയാണ്. കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ വിസിബിൾ ആണല്ലോ എല്ലാവർക്കും? യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. ഫോട്ടോസിന്തസിസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫോട്ടോസിന്തസിസ് ഒരു ഇമ്പോർട്ടന്റ് പ്രോസസ് ആണ്, ഫുഡ് മേക്ക് ചെയ്യുന്ന പ്രോസസ് ആണ്. സൺലൈറ്റിന്റെയും വാട്ടറിന്റെയും ഹെൽപ്പോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, പ്ലാന്റ്സിൽ നടക്കുന്ന, പ്ലാന്റ്സിലെ ലീവ്സിലാണ്, പ്ലാന്റിന്റെ ലീഫിലാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ് നടക്കുക. നിങ്ങളത് ഓർത്തിരിക്കുക. ക്ലോറോഫിൽ പ്രസന്റ് ഇൻ ദ ഗ്രീൻ പാർട്സ് അബ്സോർബ് ലൈറ്റ് എനർജി. ടീച്ചർ ഓൾറെഡി പറഞ്ഞിരുന്നു, ലീവ്സിലാണ് ഏറ്റവും കൂടുതൽ ഗ്രീൻ പാർട്ട് ഉള്ളത്, അല്ലെങ്കിൽ ക്ലോറോഫിൽ കൂടുതലുള്ളത്. സോ അവിടെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുക. ദിസ് ലൈറ്റ് എനർജി ഈസ് യൂസ്ഡ് ടു സ്പ്ലിറ്റ് വാട്ടർ ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടീച്ചർ ജസ്റ്റ് ഇക്വേഷനിലേക്ക് ഒന്ന് മൂവ് ചെയ്യാണ്. നോക്കി വെച്ചോളൂ. ഫോട്ടോസിന്തസിസിന്റെ ഇക്വേഷനിലേക്ക് ടീച്ചർ ഒന്ന് മൂവ് ചെയ്യാണ്. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ കുറവോ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ ആണല്ലോ അല്ലെ? സോ നമുക്ക് ഫോട്ടോസിന്തസിസിന്റെ ഇക്വേഷനിലേക്ക് ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. ഫോട്ടോസിന്തസിസിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ 6CO2 plus 6H2O gives C6H12O6 plus 6O2. ഇതാണ് നമ്മുടെ ഫോട്ടോസിന്തസിസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് നടക്കുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ്
സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ ആണ്. ഓക്കെ, ഇതാണ് ഫോട്ടോസിന്തസിന്റെ ഇക്വേഷൻ. അപ്പൊ ഇത്രയും നടക്കുന്നുള്ളൂ. സൺലൈറ്റിനെ ക്ലോറോഫിൽ, ഇലകളിലുള്ള ക്ലോറോഫില് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. അതിനെ അബ്സോർബ് ചെയ്യുന്ന എന്തിനാന്ന് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന വാട്ടർ മോളിക്യൂളിലെ ഇവരെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം. സോ ഈ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യാനാണ് ക്ലോറോഫില് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുക. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ടാണ് വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യുക. സോ ഈ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജനെ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് സ്റ്റെപ്പിൽ അങ്ങ് റിലീസ് ചെയ്ത് വെളിയിലേക്ക് കളയാണ്. ഓക്കെ, ഹൈഡ്രജൻ നേരെ, നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് 2 സ്റ്റെപ്പിലാണ് നടക്കുക, ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും. ലൈറ്റ് ഫേസിൽ ലൈറ്റ് ഫേസിൽ ഈ പറയുന്ന വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജൻ റിലീസ് ചെയ്ത് ഹൈഡ്രജനെ നേരെ ഡാർക്ക് ഫേസിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ആ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ ഹൈഡ്രജനും കൂടി ചേർന്നിട്ടാണ് എന്ത് സംഭവിക്കുന്നതെന്ന് അറിയാമോ, ഈ പറയുന്ന ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നത്. നോക്കി വെക്കണം കേട്ടോ. സോ ദ ലൈറ്റ് എനർജി ഈസ് യൂസ്ഡ് ടു സ്പ്ലിറ്റ് വാട്ടർ. എന്തിനാണ് നമ്മൾ ലൈറ്റ് എനർജി യൂസ് ചെയ്യുന്നത്, വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട്. ഹൈഡ്രജൻ ഈസ് ആൻ യൂസ്ഡ് ടു റെഡ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ടു കാർബോഹൈഡ്രേറ്റ്. അത് കഴിഞ്ഞ് അത് സ്പ്ലിറ്റ് ചെയ്ത് റിലീസ് ചെയ്ത ഹൈഡ്രജൻ നേരെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടെ കമ്പൈൻ ചെയ്ത് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഫോം ചെയ്യാനായിട്ട് പോകും. Chlorophyll is essential for photosynthesis and stomata to facilitate the intake of carbon dioxide. നമ്മൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് വേണം, വാട്ടർ വേണം എന്നുള്ള കാര്യം. കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം ലീഫിൽ, നമ്മൾക്ക് അറ്റ്മോസ്ഫിയറിൽ ഉള്ള ഒരു ഗ്യാസ് തന്നെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഇത് ലീഫിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഈ സ്ട്രക്ചറിന്റെ പേര് സ്റ്റൊമേറ്റ എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ട് പരിചയം ഉണ്ടാവും. ഓക്കെ, ഈ സ്ട്രക്ചറിന്റെ പേര് സ്റ്റൊമേറ്റ എന്നാണ്. സോ സ്റ്റൊമേറ്റയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ, CO2 ഇൻടേക്ക് ചെയ്യുന്നത്. സോ ഇൻടേക്കിംഗ് ഓഫ് CO2 ഇസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റൊമേറ്റ. സ്റ്റൊമേറ്റ എന്ന് പറയുന്നത് ഇതുപോലെ പയറ് പോലെയുള്ള ഒരു ഷേപ്പ് പോലെയുള്ള ഒരു സ്ട്രക്ചർ ആണ്. ഇത് ലീഫിന്റെ അടിഭാഗത്താണ് ഏറ്റവും കൂടുതലുള്ളത്. ലീഫിലാണ് സ്റ്റൊമേറ്റ ഉള്ളത്, ഗേഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. സോ സ്റ്റൊമേറ്റ ആർ പോർസ് ഓൺ ദ ലീവ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിന്റെ എക്സ്ചേഞ്ചിന് വേണ്ടി ലീഫിന്റെ അടിഭാഗത്തുള്ളതിനെയാണ് എന്തെന്ന് പറയാ, സ്റ്റൊമേറ്റ എന്ന് പറയുന്നത്. സ്റ്റൊമേറ്റയുടെ ഈ കാണുന്ന പയറ് പോലുള്ള സ്ട്രക്ചറിനെ കണ്ടോ, ഈ ഇമേജിൽ അത് വളരെ ക്ലിയർ ആണ്. ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഗ്വാഡ് സെൽ എന്ന് പറയാം. നോക്കിയിരിക്കണം, ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഗ്വാഡ് സെൽ എന്ന് പറയാ. ഈ ഗ്വാഡ് സെല്ല് വാട്ടർ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് ടേർജ്ഡ് ആവും. അത് ടേർജ്ഡ് ആവുമ്പോൾ ഇങ്ങനെ അങ്ങ് ഓപ്പൺ ആവും. അപ്പോഴാണ് ഈ ഒരു പോർ, ഈ ഉള്ളിൽ ഈ സ്റ്റൊമാറ്റൽ പോർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഓപ്പൺ ആവുന്നതും ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നതും. ഓക്കെ, ഇത് സ്റ്റൊമാറ്റ, ഓപ്പൺ സ്റ്റൊമാറ്റ ആണ്. ഈ ഒരു ഇമേജിൽ നോക്കി നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇത് സ്റ്റോമ ഓപ്പൺ. ഓക്കെ, സ്റ്റൊമാറ്റോ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്റ്റൊമാറ്റയാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കിക്കേ, ക്ലോസ്ഡ് ആയുള്ള ഒരു സ്റ്റൊമാറ്റയാണ് കേട്ടോ. ക്ലോസ്ഡ് ആയുള്ള സ്റ്റൊമാറ്റയാണ് ഈ കൊടുത്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ വാട്ടർ വെളിയിലേക്ക് പോയി കഴിയുമ്പം സെൽസ് ഫ്ലാസിഡ് ആവും. അതായത് ഫ്ലാസിഡ് ആവും എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ചുരുങ്ങി ആ ഒരു പോറ് അടഞ്ഞു പോവും. ഓക്കെ, സോ ഈ ഒരു സന്ദർഭത്തിൽ ഓക്സിജനെ വെളിയിലേക്ക് ഫോട്ടോസിന്തസിസ് വഴി വിടുകയും ചെയ്യാം, CO2 ഇൻടേക്ക് ചെയ്യുകയും ചെയ്യാം. ഈ ഒരു സന്ദർഭത്തിൽ, ഈ ഒരു കേസിൽ നടക്കത്തില്ല. ഓക്കെ, സോ നോക്കി വെക്കണം കേട്ടോ. ഗ്വാഡ് സെല്ലിന്റെ കാര്യം നോക്കി വെക്കണം. ഈച്ച് സ്റ്റോമ ഇസ് ഗ്വാഡഡ് ബൈ ഗ്വാഡ് സെൽസ് വിച്ച് കൺട്രോൾ ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദി പോർ. അതായത് സ്റ്റൊമാറ്റൽ പോറിന്റെ ഓപ്പണിംഗും ക്ലോസിംഗും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ഈ പറയുന്ന ഗ്വാഡ് സെൽസ് ആണ്. ദ വാട്ടർ കണ്ടന്റ് ഓഫ് ഗ്വാഡ് സെൽസ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദെയർ ഫംഗ്ഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ വാട്ടർ കണ്ടന്റ് ആണ് ഇതിനെ ഓപ്പൺ ചെയ്യാനായിട്ട്, ടേർജിഡ് ആക്കാനും ഫ്ലാസിഡ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നത്. ഇത്രയും കാര്യം ഓർത്തിരിക്കുക കേട്ടോ, ഫോട്ടോസിന്തസിസുമായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പം CO2 എൻ്റർ ചെയ്യുന്നത് ഏത് ത്രൂ ആണ്, ത്രൂ സ്റ്റൊമേറ്റ ത്രൂ ആണ്. അപ്പൊ ടീച്ചർക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ദെൻ ഹൗ, എങ്ങനെയാണ് വാട്ടർ എൻ്റർ ചെയ്യുക? വാട്ടർ എങ്ങനെ എൻ്റർ ചെയ്യുക? നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു ടേം ഉണ്ടാവും, ഇറ്റ് ഈസ് ത്രൂ സൈലം. ഓക്കെ, സൈലം. അതായത് പ്ലാന്റില്, ഇപ്പൊ നിങ്ങളെ വീട്ടില് നിങ്ങളുടെ വീടിന്റെ മുകളിൽ, ടെറസിന്റെ മുകളിലായിരിക്കും ടാങ്ക് ഉണ്ടാവുക. സോ ആ ടാങ്കിലേക്ക് എങ്ങനെയാ വെള്ളം കൊണ്ടുപോവുക, പൈപ്പൊക്കെ വെച്ച് മുകളിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് കൊണ്ടുപോവുക. അതുപോലെ നമ്മുടെ ലോങ് ട്രീസിലൊക്കെ എങ്ങനെയാണ് വാട്ടർ പമ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പൈപ്പ് സിസ്റ്റം ഉണ്ട്. അവർ തന്നെ നാച്ചുറലി അവരുടെ ബോഡിയിലുള്ളതാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സൈലം എന്നാണ് പറയുക. സോ ഈ സൈലം ത്രൂ ആണ് വാട്ടർ എൻ്റർ ചെയ്യുക, ലീഫിലേക്ക് എത്തുക കേട്ടോ. ഓക്കെ, സോ ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. ഓട്ടോട്രോഫിക് ന്യൂട്രീഷനിൽ ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള സെഷൻ ആണ്. ആരാണ് പഠിക്കുക, ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. സോ വി ആർ ഡിപ്പെൻഡിങ് സം അതർ ഓർഗാനിസം ഫോർ ഒബ്റ്റൈനിങ് അവർ ഫുഡ്. ഓട്ടോട്രോഫിക് ന്യൂട്രീഷനിൽ അവർ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹെറ്ററോട്രോഫിക്കിലേക്ക് വന്നപ്പോഴോ നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാണ്. സോ ഹ്യൂമൻസ്, നമ്മളൊരു എക്സാമ്പിൾ ആണ്. നമ്മൾ ആക്ച്വലി ഓട്ടോട്രോപ്സ് ആണ്. നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക അല്ലേ. നമുക്ക് ആർക്കെങ്കിലും സൺലൈറ്റിന് നേരെ പോയിട്ട് സൂര്യനെ എനിക്ക് ഇത്തിരി ഫുഡ് ഉണ്ടാക്കി തരാനുള്ള ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എന്റെ കയ്യിലേക്ക് ഫുഡ് ഗ്ലൂക്കോസ് മേക്ക് ചെയ്യട്ടെ, അങ്ങനെ നമുക്ക് നിൽക്കാൻ പറ്റുമോ? അത് പോസിബിൾ ആവില്ല. സോ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, പ്രൊഡ്യൂസേഴ്സ്
ആരാ പ്രൊഡ്യൂസേഴ്സ്? ഓർത്തെ, പ്ലാന്റ്സ് ആണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയാ. സോറി, യെസ്, പ്ലാന്റ്സ് ആണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുക. പ്ലാന്റ്സ്, ഗ്രീൻ പ്ലാന്റ്സ്. ഓക്കെ, ആ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കൺസ്യൂമേഴ്സ് ആണ് നമ്മൾ, ഹ്യൂമൻസ്. സോ നമ്മൾ എന്താണ് ഇവിടെ? നമ്മുടെ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ആണ് കേട്ടോ. ഹെറ്ററോട്രോഫിക് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ഫുഡ് മേക്ക് ചെയ്യുന്നവർ. അതിന് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, മക്കളൊന്ന് നോക്കണേ. 3 ടൈപ്പിൽ നമുക്ക് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ, രണ്ടാമത്തത് പാരാസൈറ്റിക്, മൂന്നാമത്തത് ഹോളോസോയിക്. സാപ്രോഫൈറ്റിക് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, മഷ്റൂം ഒക്കെ ഇല്ലേ, ഫംഗസ്, ഫഞ്ചൈ, അവരാണ് ഈ കൂട്ടത്തിൽ വരുന്നവര്. സാപ്രോഫൈറ്റിക്, ദേ ഫീഡ് ഓൺ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മെറ്റീരിയൽ. ഓക്കെ, ഡെഡും ഡീക്കേയിങ്ങും ചത്ത് ചീഞ്ഞവരെ കഴിക്കുന്നവരാണ് ആരെന്ന് പറയുക? ചത്ത് ചീഞ്ഞവരെ കഴിക്കുന്നവരാണ് സാപ്രോഫൈറ്റിക് ഓർഗാനിസം എന്ന് പറയുന്നത് കേട്ടോ. അവർ ചത്ത് ചീഞ്ഞവരെയാണ് കഴിക്കുക. ഓക്കെ, അവർ ഇതിനൊരു എക്സാമ്പിൾ ആണ്. നമ്മുടെ ഡീകമ്പോസേഴ്സ് എക്സാമ്പിൾ ആണ്. അതായത് നമ്മുടെ ഭൂമിയെ വൃത്തിയാക്കുന്ന അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാഫ് എന്ന് പറയാവുന്ന ഒരാളാണ് ആരെന്ന് പറയാ? ഡീകമ്പോസേഴ്സ്. നമ്മുടെ ഭൂമിയിൽ എന്തെങ്കിലും ചത്ത് ചീഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അവരേക്ക് ഇവർ റിമൂവ് ചെയ്ത് കളഞ്ഞോളൂ. സോ ആ ഡീകമ്പോസേഴ്സ് എവിടെയാ വരുന്നത്? സാപ്രോഫൈറ്റ്സിലാണ് വരിക. ബാക്ടീരിയ, ഫംഗസ് ഒക്കെ കേട്ടോ. അടുത്തത് വരുന്നതാണ് പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ. പാരസൈറ്റ് വളരെ സിമ്പിൾ ആണ്. അതായത് നിങ്ങൾക്ക് തന്നെയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ അടുത്തുനിന്ന് മാക്സിമം ഊറ്റിയെടുക്കുന്നവര്, ആ കൈൻഡ് ഓഫ് ആളുകളെയാണ് നമ്മൾ പാരസൈറ്റ്സ് എന്ന് പറയാ കേട്ടോ. ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ ഒരു എക്സാമ്പിൾ ഇവിടെ ടീച്ചർ കൊടുത്തിട്ടുള്ളത് കസ്ക്യൂട്ടയുടെയാണ്. കസ്ക്യൂട്ട കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു പ്ലാന്റ്? കസ്ക്യൂട്ട, ഈ മഞ്ഞ കളറിൽ പോകുന്നുണ്ടോ? ഇതിനാണ് കസ്ക്യൂട്ട എന്ന് പറയാ. ആക്ച്വലി കസ്ക്യൂട്ട എന്ത് ചെയ്യുന്ന അറിയാമോ? ഇത് ഏത് പ്ലാന്റിൽ നമ്മൾ കൊണ്ടിട്ടാലും അവിടെ അങ്ങ് പടർന്ന് വളരും. എന്നിട്ട് നമ്മൾ നമ്മൾക്കിടെ ആ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, ആ പ്ലാന്റിൽ നിന്ന് മാക്സിമം ന്യൂട്രിയൻസിനെ വലിച്ചെടുത്ത് ഇവരങ്ങ് വളരും. ഓക്കെ, സോ കസ്ക്യൂട്ട പാരസൈറ്റിക്, അതായത് ഹോസ്റ്റിനെ കംപ്ലീറ്റ്ലി വലിച്ചെടുത്ത് അതിൽ നിന്ന് ന്യൂട്രിയൻസ് എടുത്ത് ഇവർ ഗ്രോ ചെയ്യും. ഹോസ്റ്റിനെ പതിയെ ഡിസ്ട്രോയ് ചെയ്ത് കളയും. അടുത്ത ടൈപ്പ് ഓഫ് വരുന്നതാണ് ഹൊലോസോയിക്. ഹൊലോസോയിക് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസ്, ഇവിടെ ടീച്ചർ ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഹ്യൂമൻസ്, അമീബ, ഇവരൊക്കെ എന്താണ്? ഹൊലോസോയിക്. മിക്ക ആനിമൽസ് എന്താണ്? ഹൊലോസോയിക് ആണ്. അതായത് ഫുഡിനെ ഒരു ഹോൾ ആയിട്ട് കൺസ്യൂം ചെയ്യും, എന്നിട്ട് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ വെച്ചിട്ട് അതിന്റെ ഡൈജഷൻ നടക്കും. ആ ടൈപ്പ് ഓഫ് ന്യൂട്രീഷനാണ് ഹോളോസോയിക് എന്ന് പറയുക. സോ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ 3 തരത്തിലാ വരിക: സാപ്രോഫൈറ്റിക്, പാരാസൈറ്റിക് ആൻഡ് ഹോളോസോയിക് ന്യൂട്രീഷൻ. നിങ്ങൾക്ക് നേരിട്ട് നന്നായിട്ട് പഠിക്കാനുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ ഹോളോസോയിക് ന്യൂട്രീഷനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നോക്കി വെച്ചോളൂ, ഹോളോസോയിക് ന്യൂട്രീഷൻ. അമീബ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ടീച്ചർ. അമീബ ഫീഡ്സ് ബൈ ഹോളോസോയിക് ന്യൂട്രീഷൻ. ഓർത്തിരിക്കണം, അമീബയെ കേട്ട് പരിചയമുണ്ടോ? അമീബ എന്ന് പറയുമ്പം നമ്മൾ അമീബയെ കുറിച്ച് ഒരു ന്യൂസ് കേട്ടിരുന്നു കുറച്ച് നാൾ മുന്നേ. അതായത് സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള വെള്ളത്തിൽ കുളിക്കാൻ പോയ ബോയിനെ അമീബ അറ്റാക്ക് ചെയ്തു, അല്ലെങ്കിൽ അമീബ, ബ്രെയിൻ ഈറ്റിംഗ് അമീബ ആളുടെ ബോഡിയിൽ എൻ്റർ ചെയ്തു, ആള് മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് കണ്ടിരുന്നു. സോ അമീബ വാട്ടറിൽ ജീവിക്കുന്നവരാണ്. മെയിൻലി സ്റ്റാഗ്നന്റ് ആയിട്ട് കെട്ടിക്കിടക്കുന്ന വാട്ടറിലൊക്കെ നന്നായിട്ട് അമീബയുണ്ട്. ഇപ്പൊ കുട്ടികളെല്ലാവരും വെക്കേഷൻ ടൈമിൽ ഇരിക്കുകയാണല്ലോ, നിങ്ങൾ അങ്ങനെയുള്ള വെള്ളത്തിലൊക്കെ കുളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ബി കെയർഫുൾ, അങ്ങനെ പോവാതിരിക്കുക കേട്ടോ. സോ അമീബ ഫീഡ്സ് ബൈ ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അമീബ എങ്ങനെയാണ് കഴിക്കുക ഫുഡ്? ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് കേട്ടോ. ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് അമീബ ഫുഡ് കഴിക്കുക. അവരെന്ത് ചെയ്യുന്നു നോക്കുകയാണെങ്കിൽ ഫുഡിനെ എൻഗൾഫ് ചെയ്യും. ദേ എൻഗൾഫ്സ് ദ ഫുഡ് പാർട്ടിക്കിൾസ് യൂസിങ് സ്യൂഡോപോഡിയ. നിങ്ങൾക്ക് അമീബയുടെ പടം, അമീബ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണെന്ന് അറിയാലോ. ഇതാണ് അമീബ. ഇങ്ങനെയാണ് അമീബ വരയ്ക്കുക. അമീബയുടെ ബോഡിയിൽ തന്നെ വരുന്ന ഒരു മാറ്റമാണ്. അതായത് ഫുഡ് വരുന്ന സമയത്ത് അവരുടെ ബോഡിയിൽ തന്നെ ഇതുപോലെ സ്യൂഡോപോഡിയ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. കണ്ട, ഇത് അതിന്റെ ലെഗ്സ് എന്നും പറയാം കേട്ടോ. അമീബയുടെ ലെഗ്സ് എന്നും നമുക്ക് ഇതിനെ പറയാൻ പറ്റും. ഈ സ്ട്രക്ചർ ഉണ്ട് മക്കളെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സ്യൂഡോപോഡിയ. ഈ സ്യൂഡോപോഡിയയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അമീബ മെയിൻലി ഫുഡ് കഴിക്കുക. സോ ഈ സ്യൂഡോപോഡിയ ഇത് കണ്ടോ, അവർക്ക് കഴിക്കാനുള്ള ഫുഡ് പാർട്ടിക്കിൾ ഇവിടെ വന്ന് എൻ്റർ ചെയ്തു. സോ ആ സ്യൂഡോപോഡിയയുടെ ഹെൽപ്പോട് കൂടി അവർ ആ ഫുഡ് പാർട്ടിക്കിളിനെ എന്ത് ചെയ്തു? എൻഗൾഫ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക? ദ എൻഗൾഫ് ഫുഡ് ഗെറ്റ്സ് എൻക്ലോസ്ഡ് ഇൻ എ ഫുഡ് വാക്യൂൾ. അമീബയുടെ ബോഡിയിൽ ആരാ ഉള്ളത് മക്കളെ? ഒരു ഫുഡ് വാക്യൂൾ ഉണ്ട്. അതിന്റെ ഉള്ളിലേക്ക് ആ എൻഗൾഫ് ചെയ്ത ഫുഡ് എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് എന്ത് നടക്കുന്നു എന്നറിയാമോ? അമീബയുടെ സൈറ്റോപ്ലാസത്തിൽ വെച്ച് തന്നെ എന്ത് നടക്കുന്നു? ഡൈജഷൻ നടക്കുന്നു, അബ്സോർപ്ഷൻ നടക്കുന്നു, അസിമിലേഷൻ നടക്കുന്നു. ഓക്കെ, എന്തൊക്കെ നടക്കുക? ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ക്ലിയർ ആണോ? So when the food vacuole open outside, the digestion of undigested food takes place. അതായത് അമീബ സ്യൂഡോപോഡിയ വെച്ച് ഫുഡിനെ ക്യാപ്ചർ ചെയ്യുന്നു. ഫുഡ് വാക്യൂളിൽ വെച്ചിട്ട് ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ പ്രോസസ് അമീബയുടെ ബോഡിയുടെ ഉള്ളിൽ വെച്ച് നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള പാർട്ട് എന്ത് ചെയ്യുന്നു? ഇജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി എലിമിനേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണോ? ഇത്രയും പ്രോസസ്സുകളാണ്
ഹോളോസോയിക് ന്യൂട്രീഷനിൽ അമീബയുടെ ബോഡിയിൽ നടക്കുക. നമുക്ക് നോക്കാം. ഹോളോസോയിക് ന്യൂട്രീഷൻ മെയിൻലി ഹ്യൂമൻ ബീങ്സിന്റെ എന്നല്ല, അല്ലാതെ എല്ലാവരുടെയും പറയുമ്പോൾ നമ്മൾ 5 സ്റ്റെപ്സിലാണ് പറയാം. ഏതൊക്കെയാണ് 5 സ്റ്റെപ്പുകൾ എന്ന് നോക്കിക്കോളൂ. ഹോളോസോയിക് ന്യൂട്രീഷനിലെ 5 സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പിന്റെ പേരാണ് ഇൻജഷൻ. എന്താ പറയാ മക്കളെ? ഇൻജഷൻ എന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പിന് പറയാ, ഇൻജഷൻ. സെക്കൻഡ് സ്റ്റെപ്പിന് പറയുന്നത് ഡൈജഷൻ എന്നാണ് കേട്ടോ, ഡൈജഷൻ. തേർഡ് സ്റ്റെപ്പിന് നമുക്ക് അബ്സോർപ്ഷൻ എന്ന് പറയാം. ഫോർത്ത് സ്റ്റെപ്പിനെ അസിമിലേഷൻ എന്ന് പറയാം. ഫിഫ്ത്ത് സ്റ്റെപ്പിനെ ഇജഷൻ എന്ന് പറയാം. ഇങ്ങനെ 5 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ഓക്കെ, ഇങ്ങനെ 5 സ്റ്റെപ്പുകളാണ് ഹോളോസോയിക് ന്യൂട്രീഷൻ ഉള്ളത്. ഏതൊക്കെയാണ്? ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ ആൻഡ് ഇജഷൻ. ഇൻജഷൻ എന്ന് പറയുമ്പം സിംപ്ലി നമ്മൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഇൻടേക്കിംഗ് ഓഫ് ഫുഡ് മെറ്റീരിയൽ. ഇതിനാണ് എന്തെന്ന് പറയാ? ഇൻജഷൻ എന്ന് പറയാ. ദ പ്രോസസ് ഓഫ് ഇൻടേക്ക് ഓഫ് സോളിഡ് ഓർ ലിക്വിഡ് ഫുഡ് സോളിഡോ ലിക്വിഡോ രൂപത്തിൽ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്തെന്ന് പറയാ? ഇൻജഷൻ. സോ ഹോളോസോയിക് ന്യൂട്രീഷനിലെ ഫുഡ് ഒരു ഹോൾ ആയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്നു. അത് 5 സ്റ്റെപ്പിലെ പ്രോസസ്സ് നടക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻജഷൻ ആണ്, ഇൻടേക്കിംഗ് ഓഫ് ഫുഡ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മക്കളെ കൺവേർഷൻ ഓഫ് കോംപ്ലക്സ് ഫുഡ് പാർട്ടിക്കൽസ് ഇൻ സിമ്പിൾ ആൻഡ് അബ്സോർബിൾ ഫോം, അതായത് ഡൈജഷൻ ആണ് കേട്ടോ. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന പ്രോസസ്സാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. അതായത് ഫുഡ് പാർട്ടിക്കിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫുഡ് പാർട്ടിക്കിളിനെ എന്താ ചെയ്യുന്നത്? നമ്മളിതിനെ കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസിനെ നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പാകത്തിന് സിംപ്ലർ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ആ പ്രോസസ്സിനാണ് എന്തെന്ന് പറയാ? ഡൈജഷൻ എന്ന് പറയാ. അടുത്തത് വരുന്നതാണ് അബ്സോർപ്ഷൻ. അതായത് ഈ ഡൈജസ്റ്റ് ചെയ്ത ഫുഡിൽ നിന്ന് ന്യൂട്രിയൻസ് നമുക്ക് അബ്സോർബ് ചെയ്തെടുക്കാനുണ്ട്. ആ പ്രോസസ്സ് അവിടെ വരിക. പ്രോസസ് ഓഫ് ടേക്കിംഗ് അപ്പ് ഓഫ് ഡൈജസ്റ്റഡ് ഫുഡ് ഓർ ന്യൂട്രിയൻസ് ബൈ ദ ബോഡി. നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നു? ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്തെടുക്കുന്നു. ആ പ്രോസസ്സിനാണ് എന്തെന്ന് പറയാ? അബ്സോർപ്ഷൻ എന്ന് പറയാ. അടുത്തത് വരുന്നതാണ് അസിമിലേഷൻ. അബ്സോർബ് ചെയ്ത ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിൽ മാത്രം വെച്ചാൽ മതിയോ? അല്ലെങ്കിൽ ഇപ്പം ഡൈജഷൻ നടക്കുന്ന പാർട്ടിൽ മാത്രം വെച്ചാൽ മതിയോ? അല്ല, നമ്മുടെ ബോഡി ത്രൂ ഔട്ട് ഇത് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. ആ പ്രോസസ്സിനെയാണ് അസിമിലേഷൻ എന്ന് പറയാ. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് എലിമിനേഷൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് അൺഡൈജസ്റ്റഡ് ഫുഡ് ത്രൂ എയ്നസ്. ആ പ്രോസസ്സിന് വേറൊരു പേരും കൂടി നമുക്ക് വിളിക്കാം, ഇജഷൻ. സോ ഹോളോസോയിക് ന്യൂട്രീഷന്റെ സ്റ്റെപ്സ് പഠിക്കണം. ഏതൊക്കെയാണ്? ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ ആൻഡ് ഡിജഷൻ. ഓക്കെ, ക്ലിയർ ആയില്ലേ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം, ഹ്യൂമൻ ബീങ്സിന്റെ കേസിലേക്ക് നോക്കാം. യെസ്, ഹ്യൂമൻ ബോഡിയാണ് അല്ലേ? നമ്മുടെ ഇതിപ്പോ ടീച്ചർ സപ്പോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ തന്നു, ഒരു ചിക്കൻ ഫ്രൈ ടീച്ചർ തന്നേക്കാണ് നിങ്ങൾക്ക് കഴിക്കാനായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആ ചിക്കൻ ഫ്രൈ എങ്ങടെ വെക്കുക? ഒബ്വിയസ്ലി നിങ്ങളുടെ മൗത്തിലേക്കായിരിക്കും അല്ലേ? ഒബ്വിയസ്ലി നിങ്ങളുടെ മൗത്തിലേക്കായിരിക്കും. ഈ ഇമേജിൽ കുറെ കാര്യങ്ങൾ അടയാളപ്പെടുത്താനുണ്ട്. ടീച്ചർ ഇതിൽ മെയിൻലി എന്തൊക്കെ വരുന്നു അത് മാത്രമാണ് കേട്ടോ അടയാളപ്പെടുത്തി പോകുന്നുള്ളൂ. ഓക്കെ, സോ ഈ രണ്ടാമത്തെ പാർട്ടിന് നമുക്ക് എന്തെന്ന് പറയാന്നറിയാമോ? ഇത് നമ്മുടെ മൗത്ത് അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റിയാണ്. മൗത്ത് അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റി. സോ ഹ്യൂമൻ ബീങ്സിന്റെ ഫസ്റ്റ്, നമ്മുടെ ഡൈജഷന്റെ ഫസ്റ്റ് പാത്ത് വേയിൽ നമ്മൾ ഫുഡ് വയ്ക്കുന്ന ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മൗത്ത് അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റി ആണ്. അവിടെ നിന്ന് വരുന്നത് ഈ 5ാമത്തെ പാർട്ടാണ്. അതെന്താണ് മക്കളെ? ഈസോഫാഗസ് ആണ്. ഈസോഫാഗസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ് ഈസോഫാഗസ്. പിന്നെ വരുന്ന സ്ട്രക്ചർ ഏതായിരിക്കും? ഈസോഫാഗസ് കഴിഞ്ഞാൽ നേരെ എങ്ങടാ പോകുന്നത്? സ്റ്റൊമക് ആണേ, സ്റ്റൊമക്. ഓക്കെ, സ്റ്റൊമക് കഴിഞ്ഞാൽ നേരെ പോകുന്ന പാർട്ടാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് കേട്ടോ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ. 10ാമത്തത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് പോകുന്നത് 11ാമത്തെ പാർട്ടിലേക്കാണ്. 11 അല്ലെങ്കിൽ 9ാമത്തെ പാർട്ട്, എല്ലാം ഒരു ഇത് തന്നെയാണ്. അതായത് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഡിഫറെന്റ് പാർട്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, ലാർജ് ഇൻറ്റസ്റ്റൈൻ. അത് കഴിഞ്ഞ് ഫുഡ് പോകുന്ന പാർട്ടാണ് റെക്ടം, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം റെക്ടം എന്ന് പറയുന്നത്. അറ്റ് ലാസ്റ്റ് ഫുഡ് എയ്നസ് ത്രൂ. ഫുഡ് അല്ല, ഡൈജഷന്റെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് വന്ന ഭാഗം എന്ന് പറയുന്നത് എയ്നസ് ത്രൂ നമ്മൾ എലിമിനേറ്റ് ചെയ്യും. സോ ഡൈജഷന്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പാത്ത് വേ ഒന്ന് പഠിച്ചു വെക്കണേ. ഈ ഒരു ഫുഡ് കടന്നു പോകുന്ന പാത്ത് വേ, ഇത് വളരെ 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 മാൻഡേറ്ററി ആണ്. ഫുഡ് കടന്നു പോകുന്ന ഈ പാത്ത് വേ നിങ്ങൾ പഠിക്കണം എന്നുള്ളത് വളരെ മാൻഡേറ്ററി ആണ്. ടീച്ചർ വേണമെങ്കിൽ ഒന്നുകൂടി ആ ഒരു പാത്ത് വേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതി തരാം, നോക്കി വെച്ചോളൂ എന്തൊക്കെയാണ് പാത്ത് വേ എന്നുള്ളത്. ഫസ്റ്റ് എന്താണ് മക്കളെ? മൗത്ത് ആണ് കേട്ടോ. മൗത്ത് കഴിഞ്ഞാലോ? മൗത്ത് കഴിഞ്ഞ ഈസോഫാഗസ്. ഈസോഫാഗസ് കഴിഞ്ഞ നേരെ എന്താ വരുന്നേ? സ്റ്റൊമക്. ഓക്കെ, ഈസോഫാഗസ് കഴിഞ്ഞ സ്റ്റൊമക്കാ വരിക. സ്റ്റൊമക് കഴിഞ്ഞാൽ പിന്നെ ആരാ വരിക? സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അത് കഴിഞ്ഞാലോ നേരെ ലാർജ് ഇൻറ്റസ്റ്റൈൻ. അത് കഴിഞ്ഞ് നേരെ എയ്നസ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ പാത്ത് വേ എന്ന് പറയുന്നത്.
നിങ്ങളിതൊന്ന് ഓർത്ത് വെക്കണം. സോ നമ്മളൊരു ടീച്ചർ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ എൻ്റെ വീഡിയോ മിനിമൈസ് ചെയ്തത്. ഓക്കെ, സോ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് മക്കളെ, മൗത്ത് ത്രൂ ആണ് നമ്മൾ ഫുഡ് ഇൻടേക്ക് ചെയ്യുക. മൗത്ത് കഴിഞ്ഞാൽ ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ ആൻഡ് എയ്നസ്. നമുക്ക് നോക്കിയാലോ ഓരോ പാർട്ടിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മൗത്തിലേക്ക് പോവാം. മൗത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ എന്തൊക്കെ പാർട്സ് നമുക്ക് പഠിക്കാനുണ്ട് നോക്കാം. മൗത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഓപ്പണിംഗ് ഓഫ് ദ എലിമെന്ററി കനാൽ. എലിമെന്ററി കനാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് കടന്നു പോകുന്ന പാസേജ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ മൗത്ത് തൊട്ട് ഏനസ് വരെയുള്ള പാർട്ടിനെയാണ് എന്തെന്ന് പറയാ, എലിമെന്ററി കനാൽ എന്ന് പറയാ. അതിന്റെ ഫസ്റ്റ് ഓപ്പണിംഗ് ആണ് എന്തെന്ന് പറയാം, മൗത്ത് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ എന്താ ചെയ്യുന്നത് മൗത്തില്? ഹെൽപ്സ് ഇൻ ദ ഇൻജക്ഷൻ ഓഫ് ഫുഡ്. ഫുഡിനെ നമ്മൾ പറഞ്ഞില്ലേ ഹോളോസോയിക് ന്യൂട്രീഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഇൻജക്ഷൻ എന്ന് പറയുക. സോ ഫുഡിന്റെ ഇൻടേക്കിംഗ് പ്രോസസ്സിനെ ആര് ഹെൽപ്പ് ചെയ്യുന്നു? മൗത്ത് ഹെൽപ്പ് ചെയ്യുന്നു, ഇൻജക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ദ ബക്കൽ ക്യാവിറ്റി, മൗത്തിനെ വിളിക്കാൻ പറ്റുന്ന വേറൊരു പേരാണ് ബക്കൽ ക്യാവിറ്റി, വിച്ച് ഇസ് പ്രസന്റ് ബിഹൈൻഡ് ദ മൗത്ത് ഇസ് ഓൾസോ കോമൺലി റെഫർ ടു എസ് എ മൗത്ത്. അതായത് നമ്മുടെ മൗത്തിന്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ബക്കൽ ക്യാവിറ്റി ഉള്ളത്, പക്ഷെ നമ്മൾ അതിനെ ബക്കൽ ക്യാവിറ്റിനെയും മൗത്ത് എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത്. ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ നമ്മുടെ മൗത്തിൽ ആരൊക്കെയുള്ളത് മൗത്തിൽ? എല്ലാവരും ഒന്ന് മൗത്തിലേക്ക് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിക്കേ. ടീത്ത് ഉണ്ട്, ടങ് ഉണ്ട് അല്ലെ. നമ്മുടെ മൗത്തിലുള്ളതാണ് ടീത്ത്, ടങ് എന്ന് പറയുന്നത്. ഓക്കെ, ടീച്ചർ ഇനി പറയുന്നുണ്ട് ടീത്ത് എത്ര ടൈപ്പ് ഉണ്ടെന്നൊക്കെ ഞാൻ പഠിപ്പിച്ച് തരാം. ഓക്കെ, ടീത്തും ടങ് ആണുള്ളത്. അതുപോലെ തന്നെ ദ സെറ്റ് ഓഫ് ടീത്ത് ഹെൽപ്സ് ഇൻ ദ മാസ്റ്റിക്കേഷൻ ഓഫ് ഫുഡ്. മൗത്തിലുള്ള ആളെയാണ് പറയാ മാസ്റ്റിക്കേഷൻ, ഫുഡിനെ ചവച്ചരയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ മൗത്തിലുള്ള ടീത്ത് ആണ് കേട്ടോ, ഓർത്തിരിക്കണം. ദ ടങ് എന്തിനാ ഹെൽപ്പ് ചെയ്യുക? ടങ് ഹാസ് ടേസ്റ്റ് ബഡ്. നമ്മൾ കഴിക്കുന്ന ഫുഡിന് എരിവാണോ, മധുരാണോ, പുളിയാണോ, ഇതെല്ലാം ഡിറ്റക്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ടങ് ആണ്. ഓക്കെ, യെസ് ടേസ്റ്റിംഗ് ബഡ് ആണ് നമ്മുടെ മൗത്തിലുള്ളത്. പിന്നെ പറയുന്നത് മൗത്തിന്റെ പാർട്ടിലുള്ളതാണ് സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിപ്പോ ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ കുട്ടികളുടെ എന്താണ്, മൗത്ത് കുറച്ച് വാട്ടറി ആയിരിക്കും അല്ലെ. ഇപ്പൊ ടീച്ചർ ഒരു ബിരിയാണിയുടെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ബിരിയാണി നിങ്ങളുടെ മുന്നിലിരിക്കുന്നു, അപ്പൊ തന്നെ വായിന്ന് വെള്ളം വരത്തില്ലേ? അത് നിങ്ങളുടെ സലൈവറി ഗ്ലാൻഡ് ഒരു സബ്സ്റ്റൻസ് സെക്രേറ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ പേരാണ് സലൈവ. ഓക്കെ, സലൈവ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് സലൈവറി ഗ്ലാൻഡ് സെക്രേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഡൈജഷന്റെ തുടക്കം വരുന്നത് ഈ സലൈവ വെച്ചിട്ടാണ്. ഈ സലൈവ ഒരു എൻസൈം സെക്രേറ്റ് ചെയ്യുന്നുണ്ട്. ആ എൻസൈമിന്റെ പേരാണ് മക്കളെ സലൈവറി സലൈവറി അമൈലേസ്. ആ എൻസൈമിന്റെ പേരാണ് സലൈവറി അമൈലേസ്. അതായത് മൗത്തിൽ വെച്ച് തന്നെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. മൗത്തിൽ വെച്ച് തന്നെ നിങ്ങൾ കഴിക്കുന്ന ഫുഡിലെ സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നുണ്ട്. എന്തായിട്ട് മാറ്റുന്നുണ്ട്? മാൾട്ടോസ് എന്ന് പറഞ്ഞാൽ ഷുഗറിന്റെ ഒരു ചെറിയ മോളിക്യൂളാണ്, ഷുഗർ മോളിക്യൂൾ തന്നെയാണ്. മാൾട്ടോസ് ആക്കി മാറ്റുന്നുണ്ട്. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാന്നറിയാമോ? ഈ കാണുന്ന സലൈവറി അമൈലേസ് ആണ് കേട്ടോ. ഈ ടീച്ചർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള സലൈവറി അമൈലേസ് എന്ന് പറയുന്ന ഈ എൻസൈം ആണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കുന്നത്. സോ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? നിങ്ങളുടെ മൗത്തിൽ നിന്നാണ്. സോ സ്റ്റാർച്ചിനെ ഇവർ എന്തായിട്ട് മാറ്റുന്നു? മാൾട്ടോസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഓർത്തിരിക്കണേ, മൗത്തിൽ എന്താ നടക്കുന്ന പ്രോസസ്. അപ്പം സ്റ്റാർച്ചിന്റെ ഡൈജഷൻ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ എവിടെ തുടങ്ങുക? മൗത്തിൽ തുടങ്ങുന്നത്. അടുത്ത നമുക്ക് നോക്കാം ടീത്ത്. മൗത്തിന്റെ കേസിൽ തന്നെ പല്ലുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാ. ടീത്ത് ആർ ദ ഹാർഡ് സ്ട്രക്ചർ പ്രസന്റ് ഇൻ ദ ബക്കൽ ക്യാവിറ്റി. ബക്കൽ ക്യാവിറ്റിയിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണെന്ന് പറയാ ടീത്ത് എന്ന് പറയാം. ഏറ്റവും കട്ടിയുള്ള ഭാഗം തന്നെയാണ്. നമുക്കറിയാം ടീത്ത് എന്ത് വെച്ചിട്ടാ ഫോം ചെയ്തിട്ടുള്ള? ഈ ഒന്നാമത്തെ പാർട്ട് എന്താ മക്കളെ? ഇനാമൽ. ഓക്കെ, ഇനാമൽ ആണ് കേട്ടോ. ഇനാമൽ വെച്ചിട്ടാണ് ടീത്ത് ഫോം ചെയ്തിട്ടുള്ളത്. ആ വെള്ള കളറിലെ അതാണ് ഇനാമൽ എന്ന് പറയാ. ദേ ഹെൽപ്പ് us ടു കട്ട്, ഷിയർ ആൻഡ് മാസ്റ്റിക്കേറ്റ് ദ ഫുഡ് വി ഈറ്റ്. നമ്മൾ കഴിക്കുന്ന ഫുഡിനെ കട്ട് ചെയ്യാൻ, മുറിക്കാൻ, കടിച്ചു പറിക്കാൻ ഒക്കെ ആരാ ഹെൽപ്പ് ചെയ്യുക? ടീത്താ ഹെൽപ്പ് ചെയ്യുക. പിന്നെ പറയുന്നത് ദ വെർട്ടിക്കൽ സെക്ഷൻ ഓഫ് എ ടൂ ഷോസ് 4 layers ഇനാമൽ, ഡെൻഡൈൻ, സിമന്റ് ആൻഡ് ഡെന്റൽ പൾപ്പ്. അതായത് ഇവിടെ ഈ ടീത്തിന്റെ ഇമേജ് കൊടുത്തിട്ടില്ലേ, ഇവിടെ എന്തൊക്കെ നമുക്ക് കാണാം? ഇനാമൽ കാണാം. രണ്ടാമത്തെ പാർട്ട് നമുക്ക് എന്താ പറയാൻ പറ്റുക? ഡെൻഡൈൻ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ കാണാം. പിന്നെ മൂന്നാമത്തെ പാർട്ട് എന്താന്ന് നോക്കിക്കേ, പൾപ്പ് ചേംബർ. ഇത് പൾപ്പ് ചേംബർ ആണ് കേട്ടോ മൂന്നാമത്തെ പാർട്ട്. ഓക്കെ, പിന്നെ എന്തൊക്കെ കാണാൻ പറ്റുന്ന നോക്കിക്കേ. നാലാമത്തെ പാർട്ട് എന്ന് പറയുന്നത് എന്താ മക്കളെ? ഗംസ് ആണ്. നാലാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഗംസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഒരു പല്ലിന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ ആരാണ്? ഇനാമലാണ്. പല്ലിന്റെ ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള ഭാഗമാണ്. അത് കഴിഞ്ഞാൽ ഡെൻഡൈൻ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ പല്ലിൽ തന്നെ പഠിക്കുന്നുണ്ട്. പല്ലിലേക്ക് എന്താണ് ബ്ലഡ് കാപ്പിലറീസ് കാര്യങ്ങൾ നെർവ്സ് ഒക്കെ പോകുന്നുണ്ട്. അത് ഓർത്ത് വെക്കുക. പല്ലിനെ ആ പറയുന്ന ഗംസിൽ ഉറപ്പിച്ചു വെക്കുന്ന സ്ട്രക്ചറിനെ നമുക്ക് എന്തെന്ന് പറയാം? സിമന്റം എന്നും പറയാൻ പറ്റും കേട്ടോ.
ഓക്കെ, സോ നോക്കിക്കോളൂ. ഇനാമൽ ഈസ് ദ ഔട്ടർ മോസ്റ്റ് ഷൈനി ഹൈലി മിനറലൈസ്ഡ് ആൻഡ് ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡി. മനസ്സിലായോ? ഇനാമൽ എന്ന് പറയുമ്പോൾ എന്താണ്? നല്ല ഷൈനി ആണ്, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആണ്, വൈറ്റ് കളറിൽ ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡി ആണ്. ഇനി ഡെൻഡൈൻ എന്താന്ന് നോക്കിയേ. ദ ബൾക്ക് ഓഫ് ദ ടൂത്ത് കണ്ടെയ്ൻസ് 70% ഇൻഓർഗാനിക് സോൾട്ട്. ഇനി സിമന്റ് ഇസ് പ്രസന്റ് അറ്റ് ദ ലൈനിങ് ഓഫ് എ ടൂത്ത് ആൻഡ് ബോണി സോക്കറ്റ്. അതായത് പല്ലിനെ ഉറപ്പിച്ച് വെക്കുന്ന സ്ട്രക്ചറിനെയാണ് സിമെന്റം എന്നാണ് പറയാ കേട്ടോ. എന്താ പറയാ? സിമന്റം. സിമന്റം എന്നാണ് പറയുന്നത്. ഇനി ദ ഡെന്റൽ പൾപ്പ് ഇസ് ദ സെൻട്രൽ സോഫ്റ്റ് പാർട്ട് ഓഫ് എ ടൂത്ത് ആൻഡ് കണ്ടെയ്ൻസ് നെർവ് എൻഡിങ്സ്. എന്താണ് ഈ ഡെന്റൽ പൾപ്പ് എന്ന് പറയുന്ന ഭാഗമല്ലേ? ഡെന്റൽ പൾപ്പ് എന്ന് പറയുന്ന ഭാഗം, ഈ ഒരു ഭാഗത്താണ് എന്തുള്ളത്? പൾപ്പ് ചേംബർ അല്ലെങ്കിൽ ഡെന്റൽ പൾപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്താണ് എന്തുള്ളത്? നെർവ് എൻഡിങ്ങും കാര്യങ്ങളും ഉള്ളത്. ഓക്കെ, ബ്ലഡ്, ലിംഫ് വെസൽസ്, കണക്റ്റീവ് ടിഷ്യൂസ് എല്ലാം ഉള്ളത് എവിടെയാണ്? ഇവിടെയാണ് കേട്ടോ. ദർ ആർ 4 ടൈപ്പ് ഓഫ് ടീത്ത്. നമുക്കറിയാവുന്ന പോലെ പല്ല് എത്ര ടൈപ്പ് ഉണ്ട്? ഇൻസിസർ ഉണ്ട്, കെനൈൻ ഉണ്ട്, മോളാർ ഉണ്ട്, പ്രീമോളാർ ഉണ്ട്. 4 ടൈപ്പ് പല്ലാണുള്ളത്. പല്ലുകൾ എത്ര ടൈപ്പ് ആണെന്നുള്ളത് മാൻഡേറ്ററി ആയിട്ട് പഠിക്കണം. എത്ര ടൈപ്പ് പല്ലുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്? എത്ര ടൈപ്പാണ്? മറന്നുപോയോ? എത്ര ടൈപ്പാണ് പല്ലുകൾ? എത്ര ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട്? നോക്കി വെച്ചോളൂ. ഇൻസിസേഴ്സ്, ഇൻസിസേഴ്സ്. അടുത്ത ആരാണ്? കെനൈൻ. പിന്നെയോ പ്രീമോളാർ, പ്രീമോളാർ. പിന്നെ വരുന്നത് മോളാർ. ഇതില് ഇൻസിസർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടീച്ചർ ഒരു ആപ്പിൾ പീസ് തന്നു, ഒരു ആപ്പിൾ തന്നേക്കാണ്. സോ ആപ്പിൾ നിങ്ങൾ ഏത് ഭാഗം വെച്ചിട്ട് ആദ്യം കടിക്കുന്നത്? നമ്മുടെ ഫ്രണ്ട് ഭാഗത്തുള്ള പല്ല് വെച്ചിട്ടല്ലേ? സോ അവിടെയുള്ളത് തന്നെയാണ് ഇൻസിസർ എന്ന് പറയുക. ഫുഡിനെ കട്ട് ചെയ്യാനായിട്ടാണ് ഇൻസിസർ ഉള്ളത്. കനൈൻ എന്ന് പറയുമ്പോൾ ടീച്ചർ നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ തന്നു. ഓക്കെ, ചിക്കൻ ഫ്രൈ എങ്ങനെയാ കഴിക്കുക? ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് നമുക്ക് അടിച്ചു മുറിക്കാൻ പറ്റുമോ? ഇല്ല, സൈഡ് വെച്ചിട്ട് വലിക്കുക ചെയ്യുന്നത് അല്ലേ? അത് കനൈൻ ഫുഡിനെ ടീർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചർ ആണ്. പിന്നെ മോളാറും പ്രീമോളാറും എന്ന് പറഞ്ഞാൽ ടീച്ചർ നിങ്ങൾക്ക് റൈസ് ആണ് തന്നത്. നിങ്ങൾക്ക് ചൂ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നു റൈസ് എന്ന്. സോ ചൂവിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് മോളാറും പ്രീമോളാറും. ഇത് ഏകദേശം ഒരേ ഫംഗ്ഷൻ തന്നെയാണ് ചെയ്യുക. ഓക്കെ, ഇൻസിസേഴ്സ് cut the food, canine tear the food, molar and premolar crush and grain the food. ഓർത്തിരിക്കണം കേട്ടോ. ഇനി നമ്മുടെ ഡെന്റൽ ഫോർമുല നമ്മളോട് പറയുന്നുണ്ട്. ഡെന്റൽ ഫോർമുല അഡൽട്ട് ഹ്യൂമൻ ബീങ്സിന്റെ എത്രയാ മക്കളെ? 2:1:2:3. ഇതാണ് നമ്മുടെ ഡെന്റൽ ഫോർമുല എന്ന് പറയാം. ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാനുള്ളത് അടുത്ത പാർട്ടിലേക്ക്. അപ്പൊ നമ്മള് ടീച്ചർ ഇപ്പൊ നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും അല്ലെങ്കിൽ പോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഫുഡ് തന്നു. സോ ഒരു ഫുഡ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മൗത്തിൽ വെച്ച് ഡൈജഷൻ കഴിഞ്ഞു. അടുത്തത് നേരെ പോകുന്നത് എങ്ങോട്ടേക്കാണ്? ഈസോഫാഗസിലേക്കാണ് കേട്ടോ. ഈസോഫാഗസ്. ഈസോഫാഗസ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന കുഴൽ കണ്ടോ? ഇതിനെയാണ് ഈസോഫാഗസ് എന്ന് പറയാം. ഓക്കെ, ഈ ഒരു ഇമേജിൽ ഇച്ചിരി കൂടി ക്ലിയർ ആണ്. മൗത്ത് പാർട്ട് ഈസോഫാഗസ്. ഫാരിങ്സ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ റെസ്പിറേറ്ററി ട്രാക്ടിന്റെയും അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ട്രാക്ടിന്റെയും ജംഗ്ഷൻ ആയിട്ട് വരുന്ന സ്ട്രക്ചറാണ് ഫാരിങ്സ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഈസോഫാഗസ് എന്ന് പറയുന്നത് ഈ പോകുന്ന കുഴല് പോലെ പോകുന്ന സ്ട്രക്ചറിനെയാണ്, ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഈസോഫാഗസ് എന്ന് പറയാം. ഈസോഫാഗസ് എന്ന് പറയാം. ഈസോഫാഗസ് വന്ന് എൻഡ് ചെയ്യുന്ന എവിടെയാണ്? നമ്മുടെ ജെ ഷേപ്പുള്ള ഈ സ്റ്റൊമക്കിലാണ് ഈസോഫാഗസ് വന്ന് എൻഡ് ചെയ്യുക. ഓക്കെ, പിന്നെ കാണുന്നത് നേരെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്, പിന്നെ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഇവിടെ വേറെ കുറച്ച് ആളുകളെയും കൂടി നിങ്ങൾ കണ്ടിട്ടുണ്ട്. ടീച്ചർ അത് ആരൊക്കെയാണെന്ന് വഴിയെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. സോ ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ട പാർട്ട് എന്ന് പറയുന്നത് ഈ കാണുന്ന ഈസോഫാഗസ് മാത്രമാണ്. ഈസോഫാഗസ് ഈ കുഴൽ മാത്രമാണ് കേട്ടോ. സോ ഈസോഫാഗസ്, ദ സോളോഡ് ഫുഡ് പാസസ് ഇൻ ടു ദ ഈസോഫാഗസ്. അതായത് നമ്മൾ മൗത്തിൽ നിന്ന് വിഴുങ്ങി വിടുന്ന അല്ലെങ്കിൽ നമ്മൾ ചവച്ചിട്ട് വിഴുങ്ങി വിടുന്ന ഫുഡ് ഏത് വഴിയാ പോകുന്നത്? ഈ ഈസോഫാഗസ് വഴിയാണ് പോകുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് എ മസ്കുലാർ ട്യൂബ്. എന്താണ് ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ? ഒരു മസ്കുലാർ ട്യൂബ് ആണ്. മസ്കുലാർ ലോങ് ട്യൂബ് ആണ് ഈസോഫാഗസ് എന്ന് പറയുന്നത്. 25 സെന്റിമീറ്റർ ആണ് ഈസോഫാഗസിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, വിത്ത് എ സ്പിൻസ്റ്റർ അറ്റ് ഈച്ച് എൻഡ്. ഇറ്റ്സ് ഫംഗ്ഷൻ ഈസ് ടു ട്രാൻസ്പോർട്ട് ഫുഡ്. എന്താണ് ട്രാൻസ്പോർട്ട്? ഫുഡ്, ഫ്ലൂയിഡ് ആഫ്റ്റർ ബീങ് സ്വലോഡ്. ഭക്ഷണം നമ്മൾ വിഴുങ്ങി കഴിഞ്ഞ് അതിനെ ഫുഡ് ആയിക്കോട്ടെ, ഫ്ലൂയിഡ് ആയിക്കോട്ടെ, സോളിഡ് ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ളതാണെങ്കിലും അതിനെ എന്ത് ചെയ്യുന്നു? ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ ആണ് ഈസോഫാഗസ് ചെയ്യുന്നത്. ഫുഡ് ഇസ് പുഷ് ഡൗൺ ബൈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്. ആ ഒരു കാര്യം കൂടി നോക്കാനുണ്ട്. നമ്മുടെ ഈ എലിമെന്ററി കനാലിലുണ്ടല്ലോ ഒരു ജേർക്കിംഗ് മൂവ്മെന്റ് നടക്കും. ഓക്കെ, ഇതിന്റെ വോൾ ഇതാണെങ്കിൽ ഈ വോൾസ് തമ്മിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ജേർക്കിംഗ് മൂവ്മെന്റ് നടക്കും. അപ്പൊ ഫുഡ് ഇതിൽ ഈസി ആയിട്ട് പാസ് ചെയ്ത് പോകും. ആ ഒരു മൂവ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് അല്ലെങ്കിൽ പെരിസ്റ്റാൾസിസ് എന്നാണ് പറയുക. സോ ഈസോഫാഗസിൽ പെരിസ്റ്റാൾസിസ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ തല കുത്തനെ കിടന്നാലും നിങ്ങളുടെ ഫുഡ് എന്താ പോവുള്ളൂ? നിങ്ങൾ കഴിക്കുന്ന ഫുഡ് നേരെ നിങ്ങളുടെ സ്റ്റൊമക്കിലേക്കേ പോവുള്ളൂ. മനസ്സിലായോ? നിങ്ങൾ എന്ത് ഫുഡ് കഴിച്ചാലും, അത് തലകുത്തി നിന്ന് കഴിച്ചാലും ആ ഫുഡ് നേരെ താഴേക്കേ പോവുള്ളൂ. മനസ്സിലായോ? സ്റ്റൊമക്കിലേക്കേ പോവുള്ളൂ. ബിക്കോസ് ഓഫ് ദ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്.
ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് മൂവ് ചെയ്യാനുള്ളത് സ്റ്റൊമക്. ഓക്കെ, അപ്പൊ മൗത്തിൽ ഒരു എൻസൈം സെക്രറ്റ് ചെയ്തു, സലൈവറി അമൈലേസ് സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി. സ്റ്റൊമക്കിന്റെ കേസിലേക്ക് വരുമ്പോഴോ തിക് വാൾഡ് ബാഗ് ലൈക്ക് സ്ട്രക്ചർ ആണ് എന്തെന്ന് പറയാ, സ്റ്റൊമക് എന്ന് പറയുന്നത് ഒരു ജെ ഷേപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. ചിലർ ജെ ഷേപ്പ് എന്ന് പറയുന്നുണ്ട്, ചിലയിടത്ത് സി ഷേപ്പ് എന്ന് പറയുന്നുണ്ട്. ഏത് ഷേപ്പ് ആണെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സ്റ്റൊമക് എന്ന് പറയുന്നത്. തിക് വാൾഡ് ബാഗ് ലൈക്ക് സ്ട്രക്ചർ ആണ് സ്റ്റൊമക് എന്ന് പറയുന്നത്. ഇറ്റ് റിസീവ്സ് ഫുഡ് ഫ്രം ഈസോഫാഗസ്. ഈസോഫാഗസിൽ നിന്ന് ഇവർ എന്ത് ചെയ്യുന്നു, ഫുഡ് റിസീവ് ചെയ്യുന്നു. ഒരു ലാർജ് ഗ്രൈൻഡർ ആയിട്ട് നമുക്ക് സ്റ്റൊമക്കിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ വെച്ചിട്ട് ഫുഡിനെ എന്ത് ചെയ്യുന്നു പറയുമ്പോൾ നന്നായിട്ട് ക്രഷ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നു. സോ അറ്റ് വൺ എൻഡ് ആൻഡ് ഓപ്പൺസ് ഇൻ ടു സ്മോൾ ഇൻഡസ്റ്റൈൻ അറ്റ് ദ അതർ എൻഡ്. അതായത് ഈസോഫാഗസ്, ഇവിടെ ഒരു എൻഡിൽ എന്താണ് ഈസോഫാഗസ് ആണ് വരിക. അതായത് നമ്മുടെ സ്റ്റൊമക്കിന്റെ ഒരു എൻഡിൽ ഈസോഫാഗസും മറ്റേ എൻഡിൽ ആരാ വരുന്നത്, സ്മോൾ ഇൻഡസ്റ്റൈനും ആണ് വരിക. സ്മോൾ ഇൻഡസ്റ്റൈനും ആണ് വരിക. സോ അതിന്റെ രണ്ടിന്റെ നടുവിലാണ് ആരുള്ളത്, സ്റ്റൊമക് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉള്ളത്. Stomach, the inner lining of the stomach secrete mucus, hydrochloric acid and digestive juices. അതായത് സ്റ്റൊമക്കിന്റെ വാൾസ് കുറച്ച് എൻസൈം സെക്രറ്റ് ചെയ്യുന്നുണ്ട്. അവരെ നമ്മൾ ഗ്യാസ്ട്രിക് ജ്യൂസസ് എന്നാണ് പറയുക. ഗ്യാസ്ട്രിക്, ആ വേർഡ് ഓർക്കണം, ഗ്യാസ്ട്രിക് ജ്യൂസസ് എന്നാണ് പറയുക. സോ ഈ ഗ്യാസ്ട്രിക് ജ്യൂസസിൽ ഏതൊക്കെയാ വരുന്നത് നോക്കിക്കേ. മ്യൂക്കസ്, മ്യൂക്കസ് ഒരു ഗ്യാസ്ട്രിക് ജ്യൂസ് ആണ്. മ്യൂക്കസ് വരുന്നുണ്ട്. പിന്നെ ആരാ വരുന്നത് നോക്കിക്കേ, HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് പെപ്സിൻ എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. പെപ്സിൻ എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. ഇത്രയും കാര്യം ഓർത്തിരിക്കുക. മ്യൂക്കസ്, HCl, പെപ്സിൻ. ഇനി ഈ പെപ്സിന്റെ ഫംഗ്ഷൻ നമുക്ക് നോക്കാനുള്ളത്, സ്റ്റൊമക്കിൽ വെച്ചിട്ടാണ് പ്രോട്ടീന്റെ ഡൈജഷൻ തുടങ്ങുക. പ്രോട്ടീന്റെ ഡൈജഷൻ എന്ന് പറയുമ്പം പ്രോട്ടീൻ നമ്മൾ കഴിക്കുന്ന ഫുഡിലെ പ്രോട്ടീനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, പെപ്റ്റൈഡ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. പെപ്റ്റൈഡ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ആരാ മക്കളെ, ആരാ പെപ്റ്റൈഡ് ആക്കി കൺവേർട്ട് ചെയ്യുക നോക്കിക്കേ, ആരാണ്, യെസ്, പെപ്സിൻ ആണ് കേട്ടോ. പെപ്സിൻ എന്ന് പറയുന്ന എൻസൈം ആണ്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും, പെപ്സിൻ മാത്രമേ ഇവിടെ പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കുന്നുള്ളൂ, പിന്നെ ഈ പറയുന്ന HCl-ഉം അതുപോലെ തന്നെ ഈ മ്യൂക്കസും ഇവിടെ എന്തിനു വന്നു, എന്താണ് ഇവരുടെ യൂസേജ് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ പെപ്സിൻ നമ്മുടെ ഗാസ്ട്രിക് ജ്യൂസ് സെക്രറ്റ് ചെയ്യുമ്പോൾ പെപ്സിനോജൻ എന്ന് പറയുന്ന ഇനാക്റ്റീവ് ഫോമിലായിരിക്കുക. ഈ ഇനാക്റ്റീവ് ഫോമിലയിൽ നിന്ന് ഇതിനെ നമ്മൾക്ക് പെപ്സിൻ എന്ന് പറയുന്ന ആക്റ്റീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അതിനൊരു അസിഡിക് മീഡിയം വേണം. അതിനാണ് HCl സെക്രറ്റ് ചെയ്യുക. ബട്ട് ഈ HCl സെക്രറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് HCl എന്ന് പറയുന്നത്, ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ്. സോ നമ്മുടെ സ്റ്റൊമക് വാളിനെ ഇത് അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അതിനെ മിനിമൈസ് ചെയ്യാനായിട്ടാണ് ആര് സെക്രറ്റ് ചെയ്യുക, മ്യൂക്കസിനെ സെക്രറ്റ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണോ ഇപ്പം? ക്ലിയർ അല്ലേ? സോ ഫുഡ് is turned into a semi solid mass in the stomach and is called chyme. അതായത് സ്റ്റൊമക്കിൽ വെച്ച് ഫുഡിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു നമ്മൾ പഠിക്കുന്നത്, സ്റ്റൊമക്കിൽ വെച്ച് ഫുഡിനെ സെമി സോളിഡ് മാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനെ നമ്മൾ കൈം എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക, കൈം എന്നാണ് വിളിക്കുക. സ്റ്റൊമക്കിലുള്ള ഗ്യാസ്ട്രിക് ജ്യൂസസ് എന്ത് ചെയ്യുന്നു, ഫുഡ് മെറ്റീരിയൽസിനെ ബ്രേക്ക് ചെയ്യുന്നു. മെയിൻലി പ്രോട്ടീനെയാണ് ബ്രേക്ക് ചെയ്യുക. ഓക്കെ, ബ്രേക്ക് ഡൗൺ ചെയ്യുക. പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ത് ചെയ്യുന്നു, ഹെൽപ്സ് ഇൻ ദ പാർഷ്യൽ ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ ആൻഡ് ഓൾസോ കിൽസ് ഹാർംഫുൾ ബാക്ടീരിയ. മക്കളെ ഇതും കൂടി ഓർക്കണം, ഇതും കൂടി ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ്. എന്ത് ചെയ്യുന്ന അറിയാമോ, ഈ പറയുന്ന HCl പെപ്സിനോജനെ പെപ്സിനാക്കി കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ സ്റ്റൊമക്കിലുള്ള എന്തെങ്കിലും ജേംസ് കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ കില്ല് ചെയ്ത് കളയുകയും കൂടി ചെയ്യുന്നുണ്ട്. ഇനി ദ മ്യൂക്കസ് സെക്രറ്റഡ് ബൈ ദ വാൾ ഓഫ് സ്റ്റൊമക് റെസിസ്റ്റ് ദ ആക്ഷൻ ഓഫ് HCl ഓൺ ഇറ്റ് സെൽഫ്. അത് ടീച്ചർ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ HCl ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ്. സോ ആ കോൺസെൻട്രേറ്റഡ് HCl നമ്മുടെ വയറ്റിൽ വന്നാലുള്ള അവസ്ഥ നമുക്കറിയാം. സോ എന്ത് ചെയ്യുന്നു, അതിനെ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ നമുക്ക് മിനിമൈസ് ചെയ്യണം. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് മ്യൂക്കസ് എന്ന് പറയുന്നത്. മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം സ്മോൾ ഇൻഡസ്റ്റൈൻ. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റൊമക്ക് കഴിഞ്ഞ അടുത്ത പാർട്ടാണ് സ്മോൾ ഇൻഡസ്റ്റൈൻ. സ്മോൾ ഇൻഡസ്റ്റൈൻ ആണ് ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നതും അതുപോലെ തന്നെ അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും സ്മോൾ ഇൻഡസ്റ്റൈനിലാണ്. ഓക്കെ, ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നു, അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ് മക്കളെ, സ്മോൾ ഇൻഡസ്റ്റൈനിലാണ്. സ്മോൾ ഇൻഡസ്റ്റൈൻ ഈസ് ദ ലോങ്സ്റ്റ് പാർട്ട് ഓഫ് ദ എലിമെന്ററി കനാൽ, അബൌട്ട് 20 feet ലോങ് ഇൻ ഹ്യൂമൻസ്. എന്താണ് ഏറ്റവും ലോങ്സ്റ്റ് പാർട്ട് ആണ് എലിമെന്ററി കനാലിൽ സ്മോൾ ഇൻഡസ്റ്റൈൻ. 20 ഫീറ്റോളം ലെങ്ത് ഉണ്ട് സ്മോൾ ഇൻഡസ്റ്റൈന്. സ്മോൾ ഇൻഡസ്റ്റൈനെ നമ്മൾക്ക് 3 പാർട്ടായിട്ട് തിരിക്കാൻ പറ്റും. ഈ ഇനീഷ്യൽ പാർട്ടിന് നമ്മൾ ഡിവൈഡനം എന്നാണ് പറയുക. ഈ നടുക്കത്തെ പാർട്ടിന് നമ്മൾ ജിജിനം എന്നാണ് പറയുക. ലാസ്റ്റ് പാർട്ടിന് നമ്മൾ ഇലിയം എന്നാണ് പറയുക. ഓർത്തിരിക്കണേ, 3ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കണം. ഡിവൈഡനം, ജിജിനം ആൻഡ് ഇലിയം. ഡിവൈഡനത്തിലേക്കാണ് സ്റ്റൊമക്കിൽ നിന്നുള്ള കൈം നേരെ വന്ന് എൻ്റർ ചെയ്യുന്നത്, ഡിവൈഡനത്തിലേക്കാണ് കേട്ടോ. സോ ഇറ്റ് ഹാസ് 3 region. Duodenum, the region which follows the stomach. The jejunum is the middle part and the ileum is the later region which continues further into large intestine. Internal surface of small intestine finger like
ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ട്, അതിന്റെ പേര് വില്ലൈ എന്നാണ്. ഇതുപോലെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഇന്റേണൽ സർഫസിൽ. അത് എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ ഫുഡിനെ അബ്സോർബ് ചെയ്യാനാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇതുപോലെ നീണ്ട ഒരു കുഴൽ പോലെ ഇങ്ങനെ പോവുക. അപ്പൊ അബ്സോർബ് ചെയ്യുന്ന ഫുഡിനേക്കാൾ കുറച്ചുകൂടി കൂടുതലായിരിക്കും ഇതുപോലെ ചെറിയ ചെറിയ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ അതിന്റെ ഉള്ളിലുണ്ടെങ്കിലോ അബ്സോർപ്ഷന്റെ സർഫസ് ഏരിയ അത് കൂട്ടും. ഓക്കെ, മാക്സിമം അബ്സോർബ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു നീണ്ട കൊള്ളു പോലെ പോകുന്നതിനേക്കാൾ ഇതും കൂടി വരുമ്പോൾ ഇവിടെയും കൂടി അബ്സോർബ് ചെയ്യാൻ പറ്റും ഫുഡ്. മനസ്സിലായോ? സോ അതുകൊണ്ടാണ് പറയുക അബ്സോർപ്ഷന്റെ സർഫസ് ഏരിയ കൂട്ടാനായിട്ട് ഈ പറയുന്ന വില്ലസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അബ്സോർപ്ഷന്റെ സർഫസ് ഏരിയ കൂട്ടാനായിട്ട്. ഇനി പാൻക്രിയാസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പാർട്ട് നിങ്ങൾക്ക് കാണാം ടീച്ചർ, അതിലേക്ക് ഇപ്പൊ പറയാത്തത് നിങ്ങൾക്ക് ഇനി അത് പഠിക്കാനുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു തരാം എന്തായാലും. ഈ പാൻക്രിയാസും ഈ പറയുന്ന സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് കുറച്ച് എൻസൈംസ് സെക്രേറ്റ് ചെയ്യുന്നുണ്ട്. പാൻക്രിയാറ്റിക് എൻസൈംസ് എന്നാണ് അവരെ പറയുക കേട്ടോ. പാൻക്രിയാറ്റിക് എൻസൈം, പാൻക്രിയാറ്റിക് ലിപ്പേസ് വരുന്നുണ്ട്, പാൻക്രിയാറ്റിക് ലിപ്പേസ് വരുന്നുണ്ട്, പാൻക്രിയാറ്റിക് അമൈലേസ് വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. സോ ഈ പറയുന്ന എൻസൈംസ് ഒക്കെ കൂടിയിട്ട് ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് കുറച്ച് ആളുകളെ കുറിച്ച് ഇവിടെ പഠിക്കാനുള്ളത് ടീച്ചർ എപ്പോഴേ പറയുകയാണ്. ഹെൽപ്പിംഗ് ഗ്ലാൻഡ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് അക്സസറി ഗ്ലാൻഡ്സ് ഉണ്ട്. ഏതൊക്കെയാന്ന് വെക്കുകയാണെങ്കിൽ ലിവർ അതിൽ വരുന്നുണ്ട്, ഗോൾ ബ്ലാഡർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, അത് അതിൽ വരുന്നുണ്ട്. പിന്നെ വരുന്ന മെയിൻ ഒരാളാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന മെയിൻ ഒരാളാണ് പാൻക്രിയാസ് കഴിഞ്ഞാൽ പിന്നെ ആരായിരിക്കും വരുന്നുണ്ടാവുക? സലൈവറി ഗ്ലാൻഡ് വരുന്നുണ്ട് കേട്ടോ. സലൈവറി ഗ്ലാൻഡ്സ് വരുന്നുണ്ട്, ഇവര് മെയിൻലി വരുന്നുണ്ട്. സലൈവറി ഗ്ലാൻഡ്സ് നിങ്ങൾക്ക് അറിയാലോ, ഇവർ ആക്ച്വലി ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡോക്ടറെ സംബന്ധിച്ച് ഒരു ഡോക്ടർ സർജറി ചെയ്യുമ്പോൾ ഒരു നേഴ്സ് അവിടെ അസിസ്റ്റ് ചെയ്യാനുണ്ടാവും. അതുപോലെ ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടക്കുമ്പോൾ അതിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവരാണ് ലിവർ, ഗോൾ ബ്ലാഡർ, പാൻക്രിയാസ്, സലൈവറി ഗ്ലാൻഡ് തുടങ്ങിയവര്. ഓക്കെ, ഇതിൽ സലൈവറി ഗ്ലാൻഡ് സലൈവറി അമൈലേസ് സെക്രറ്റ് ചെയ്യുന്നു, പാൻക്രിയാസ് പാൻക്രിയാറ്റിക് അമൈലേസും അതുപോലെ ലിപ്പേസും ട്രിപ്സിനും സെക്രറ്റ് ചെയ്യുന്നു. ലിവർ എന്ന് പറയുന്ന കാര്യം സെക്രറ്റ് അല്ലെങ്കിൽ ലിവർ എന്ന് പറയുന്ന ഓർഗൻ സെക്രറ്റ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ബൈൽ എന്ന് പറയുന്നത് കേട്ടോ. ബൈൽ ഗ്രീൻ കളറിൽ ആൽക്കലൈൻ ഉള്ള സബ്സ്റ്റൻസ് ആണ്. അതെന്തിനാന്ന് വെക്കുകയാണെങ്കിൽ ഇപ്പം കൈം എന്ന് പറയുന്ന സ്റ്റൊമക്കിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവർ അസിഡിക് ആയിരിക്കും. സോ അവർക്ക് ആ ഡ്യൂഡനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെതായുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. സോ അതിന് ഡ്യൂഡനത്തിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമുക്ക് അതിനെ ഒന്ന് ആ ഒരു അസിഡിക് ആയിട്ടുള്ള കൈമിനെ കുറച്ചൊന്ന് റെഡ്യൂസ് ചെയ്യണം, ആസിഡിസിറ്റി. അതിന് വേണ്ടിയിട്ടാണ് ബൈല് സെക്രറ്റ് ചെയ്യുക, ആൽക്കലൈൻ ആക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഡൈജഷൻ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുക. ബൈല് ഗ്രീൻ കളറിലാണ് ഉള്ളത്. ബൈലിനെ ലിവറാ സെക്രറ്റ് ചെയ്യുന്നെങ്കിലും അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആരാണ് മക്കളെ? സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഗോൾ ബ്ലാഡർ ആണ്. ഇവിടെയുള്ള സ്ട്രക്ചർ ആണ് ഗോൾ ബ്ലാഡർ എന്ന് പറയുന്നത്. ആ ഗോൾ ബ്ലാഡർ ആവശ്യത്തിനനുസരിച്ച് ബൈലിനെ എന്ത് ചെയ്യുന്നു? ബൈലിനെ റിലീസ് ചെയ്തോളൂ. ഓക്കെ, ഇവരെല്ലാരും ഇപ്പൊ ഈ ബൈലും ഗോൾ ബ്ലാഡറും അതുപോലെ തന്നെ പാൻക്രിയാസും എല്ലാം വന്ന് ചേരുന്നത് ഈ പറയുന്ന ഡ്യൂഡനത്തിലേക്കാണ്. അതൊരു കോമൺ ഡക്ട് വഴിയാണ് ഡ്യൂഡനത്തിലേക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഇനീഷ്യൽ പാർട്ടിലേക്ക് വന്ന് ജോയിൻ ചെയ്യുക. ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാനുള്ളതാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. നമ്മൾ ഏകദേശം എൻഡ് പാർട്ടിലേക്ക് എത്തുകയാണ്. ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്താണ്? ഒരു 5 feet ലോങ് ആണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. 2 റീജിയൻ ആണുള്ളത്. കോളൻ എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്, റെക്ടം എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്. ഓക്കെ, ദ റീജിയൻ ഓഫ് ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ ആഫ്റ്റർ ദ ഇലിയം ഇസ് കോൾഡ് ദ കോളൻ. അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഇലിയം കഴിഞ്ഞ് വരുന്ന ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഇനീഷ്യൽ പാർട്ടാണ് എന്തെന്ന് പറയുക? കോളൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ലാസ്റ്റ് പാർട്ടാണ്, ഈ ഒരു പാർട്ടിനാണ് എന്തെന്ന് പറയുക? റെക്ടം എന്ന് പറയുന്നത്. സോ കോളൻ ഹാസ് 3 റീജിയൻ. കോളൻ അസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ, ഡിസെൻഡിങ് കോളൻ എന്ന് 3 റീജിയൻ ഉണ്ട് കേട്ടോ. ഓക്കെ, ഓർത്തിരിക്കണം. At the base of the ascending colon, a smaller finger-like outgrowth is seen and is called appendix. Appendix എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പാർട്ടും കൂടി ഉണ്ട്. ഒരു വെസ്റ്റീജിയൽ ഓർഗൻ ആണ്, പ്രത്യേകിച്ച് ഉപയോഗങ്ങളില്ല, നമുക്ക് എവല്യൂഷന്റെ ഭാഗമായിട്ട് കൈമാറി വന്നിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് അപ്പൻഡിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ യൂസ്ഫുൾ ബാക്ടീരിയാസ് ചിലത് ഈ അപ്പൻഡിക്സിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഹൗസസ് മെനി യൂസ്ഫുൾ ബാക്ടീരിയ റിക്വയർഡ് ഫോർ ദ ഡൈജഷൻ. ഫുഡ് ഡൈജഷന് വേണ്ടുന്ന ബാക്ടീരിയാസ് ഇതിന്റെ ഉള്ളിലുണ്ടെന്ന് പറയുന്നുണ്ട് ഈ അപ്പൻഡിക്സ് എന്ന് പറയുന്ന സ്ട്രക്ചറിലെ. പിന്നെ റെക്ടം ഓപ്പൺ ഇൻ ടു ഔട്ട്സൈഡ്. അതായത് ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ, അതായത് നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് ഡൈജഷൻ കഴിഞ്ഞു, അബ്സോർപ്ഷൻ വില്ലസ് വഴി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അൺഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽ ആണ് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തുക. അൺഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽ ഇതിൽ കൂടെ കടന്നു പോയി കഴിയുമ്പോൾ വാട്ടർ എന്തെങ്കിലും റീഅബ്സോർബ് ചെയ്യണമെങ്കിൽ റീഅബ്സോർബ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ റെക്ടത്തിൽ ഈ അൺഡൈജസ്റ്റഡ് ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ നമ്മൾ മോർണിംഗ് ബാത്റൂമിൽ പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ ഫുഡ് മെറ്റീരിയലിനെ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയുന്നു എയ്നസ് ത്രൂ. ഈ സ്ട്രക്ചറിന്റെ പേരാണ് എയ്നസ് എന്ന് പറയുന്നത്. ഇത് എയ്നസ് ത്രൂ ഓപ്പണിംഗ് ആണ്, അത് ത്രൂ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയുന്നു.
ദ ഏനസ് ഹാസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഏനൽ സ്പിൻസ്റ്റർ. അതിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മളിത് എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്കിനി കുറച്ച് പേരെയും കൂടി ടീച്ചർ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഹെൽപ്പേഴ്സ്, ഹെൽപ്പിംഗ് ഗ്ലാൻസ്, ഡൈജസ്റ്റീവ് ഗ്ലാൻസ്, അതിൽ വരുന്ന പാൻക്രിയാസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഫസ്റ്റ് വൺ പാൻക്രിയാസ് ആണ്, സെക്കൻഡ് വൺ ലിവർ ആണ് കേട്ടോ. ഇതിന്റെ സ്ട്രക്ചറും കൂടി ഒന്ന് ഓർത്തിരിക്കുക. പാൻക്രിയാസ് എന്തൊക്കെയാ സെക്രട്ട് ചെയ്യുന്നത്? പാൻക്രിയാറ്റിക് പാൻക്രിയാറ്റിക് ലിപ്പേസ്, പാൻക്രിയാറ്റിക് ലിപ്പേസ് സെക്രട്ട് ചെയ്യുന്നുണ്ട്. പിന്നെയോ പാൻക്രിയാറ്റിക് അമൈലേസ്, അമൈലേസ് സെക്രട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആരെയാണ്? ട്രിപ്സിൻ, ട്രിപ്സിനെ സെക്രട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലിവർ ആണെങ്കിലോ ബൈലാണ് സെക്രട്ട് ചെയ്യുക. ഓക്കെ, സോ ഡൈജഷൻ എന്ന് പറയുമ്പോൾ അപ്പൊ എന്താണ് പ്രോസസ്സ്? കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയലിനെ സിംപ്ലർ അബ്സോർബബിൾ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതാണ് ഇവിടെ വരുന്നത്. അപ്പൊ നമ്മളിവിടെ കൺവേർട്ട് ചെയ്യുന്ന കേസ് പറയുമ്പം എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ, സ്റ്റാർച്ച് എന്ന് പറയുന്ന കോംപ്ലക്സ് സ്ട്രക്ചറിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുക? ഗ്ലൂക്കോസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, പ്രോട്ടീനെ ആണെങ്കിലോ, പ്രോട്ടീനെ ആണെങ്കിൽ അമിനോ ആസിഡ്, ഓക്കെ, അമിനോ ആസിഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഫാറ്റിനെ ആണെങ്കിലോ മക്കളെ, ഫാറ്റിനെ ഫാറ്റി ആസിഡ്സും അതുപോലെ തന്നെ ഗ്ലിസറോൾ, ഗ്ലിസറോൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്തെടുക്കും. അപ്പൊ നമ്മുടെ ബോഡിക്ക് ഈ ഗ്ലൂക്കോസും അമിനോ ആസിഡ്സും ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഈസി ആയിട്ട് ഇൻടേക്ക് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നിങ്ങൾക്ക് ഡൈജഷനിൽ, അതായത് ന്യൂട്രീഷൻ പാർട്ടിൽ പഠിക്കാനുള്ളത്. ക്ലിയർ ആണോ? സോ നമ്മളിപ്പം ലൈഫ് പ്രോസസ്സിന്റെ ന്യൂട്രീഷൻ എന്ന പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. വളരെ സിമ്പിൾ ആണ് കേട്ടോ, വളരെ സിമ്പിൾ ആണ്. മക്കൾ എല്ലാവരും നോക്കി വെച്ചോളാം. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഇതിന്റെ നെക്സ്റ്റ് സെഷനുമായിട്ട് വരാം. ഓക്കെ, സെക്കൻഡ് പ്രോസസ്സുമായിട്ട് ടീച്ചർ വരുന്നതായിരിക്കും, റെസ്പിറേഷൻ ആയിട്ട് ടീച്ചർ വരുന്നതായിരിക്കും. ഓക്കെ, ദെൻ താങ്ക് യു സോ മച്ച്, ബൈ ബൈ, താങ്ക് യു ഫോർ ലിസണിങ് മീ.